എന്റെ വിഷയം യുഗാന്തരങ്ങളെ അതിജീവിക്കുന്ന ഖുർആൻ എന്നാണ്. സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെയും എപ്പോഴും ഓൺ ടൈം ആവണമെന്നത് എനിക്ക് വലിയ നിർബന്ധമുള്ള ഒരു സംഗതിയാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 6 മിനിറ്റ് ആയിക്കൂടാ എന്നാണ്. 10 മിനിറ്റ് എന്ന് പറഞ്ഞത് 11 ആയിക്കൂടാ, അത് 10 മിനിറ്റ് തന്നെ. അപ്പോ എന്റെയും നിങ്ങളുടെയും സമയം, നമ്മുടെ ആയുസ് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റു ചർച്ചകളിലേക്കൊന്നും വഴിമാറി നിങ്ങൾ ഇത്രയും ക്ഷമയോടുകൂടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഈ പരിശ്രമം, അതിനൊരു നിരാശ വരാത്ത രീതിയിൽ ഒരൽപ്പം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമുക്കൊന്നറിയണം. ഖുർആൻ എന്താണെന്ന് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രം അറിയില്ല എന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ദാഹിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുന്നത് എന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം ഒരു ഖത്മെങ്കിലും ഖുർആൻ തീർത്തവർ ഒന്ന് കൈവക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മൊത്തം ആൾക്കൂട്ടത്തിൽ അതൊരു 0.2% ആയിരിക്കും. قال الرسول إن قوم اتخذوا هذا القرآن مهجورا. സൃഷ്ടിക്കപ്പെടാൻ അർഹനായി ഒരാളുമില്ല. ആ തമ്പുരാൻ ലോകത്ത് പറഞ്ഞയച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുകയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രഗത്ഭനാണ് ഡോക്ടർ മോറിസ് ബുഖാരി. നമ്മൾ ഖുർആനിനെ ഇങ്ങനെ സമീപിച്ചുവോ? നമുക്ക് ഈ അത്ഭുതം ബോധ്യപ്പെട്ടുവോ ഇല്ലയോ? تعرج الملائكة والروح إليه في يوم كان مقداره يدبر الأمر من السماء إلى الأرض في يوم كان مقداره 1000 سنة مما تعدون. മോസ്കോയിൽ വെച്ച് നടക്കുകയാണ് വിശുദ്ധ ഖുർആനിന്റെ ഇഅ്ജാസിനെ സംബന്ധിച്ചുള്ള ഒരു കോൺഫറൻസ്. ഇഅ്ജാസ് എന്ന് പറഞ്ഞാൽ മിറക്കിൾ, ഖുർആനിന്റെ മഹാത്ഭുതത്തെ കുറിച്ച്. അതിൽ പങ്കെടുത്ത സയന്റിസ്റ്റുകളാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ 2 പണ്ഡിതർ. ഒന്ന് ഡോക്ടർ സഗലൂൽ അൻ-നജ്ജാർ, മറ്റേത് ഡോക്ടർ അജീദ് അസ്-സിൻദാനി. അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മളിത് ഒരു ദിവസമെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ പറയാറുണ്ടായിരിക്കും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞ റബ്ബേ, I testify there is no God worthy of worship but you. വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ ശരീരം തന്നെയും മനുഷ്യരെ എങ്ങനെയാണ് അല്ലാഹു പടച്ചതെന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തിന് ഒരു മനുഷ്യനോ ഒരു ജിന്നോ സാക്ഷിയല്ല. ഇനി എന്താ പറയണേ നബിയെ, ഈ 2 വിഷയത്തിലും മുദല്ലീൻ, പഴപ്പിക്കുന്ന ആളുകൾ വരും. പ്രപഞ്ചത്തിന്റെ മനുഷ്യന്റെ സത്യത പറഞ്ഞിട്ടും പഴപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയണം നബിയെ. എന്താണിത്? മഹാവിസ്ഫോടന സിദ്ധാന്തം. പ്രപഞ്ചമുണ്ടായത് മഹാവിസ്ഫോടനം എന്ന വലിയ പൊട്ടിത്തെറിയിലൂടെയാണ്. അങ്ങനെ ഒരു ഉടുപ്പില്ലാതെ സ്ത്രീധനം ചോദിച്ചിട്ട് നമ്മൾ വസ്തു മേടിക്കല്ലേ? പെണ്ണിന്റെ ഉപ്പാടെ നടുവങ്ങ് ഒടിഞ്ഞാലും കുഴപ്പമില്ല, എനിക്കത് വേണം, കാറ് വേണം. എന്താ നിന്റെ അടുത്തുള്ളത്? ഞാനൊരു ആണാണ്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്ന് സൂചിപ്പിച്ചിരുന്നു, ആ ഏർപ്പാടൊക്കെ നിർത്തിക്കണം. അവിടെ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നറിയില്ല. ഇപ്പോഴുണ്ടോ? ബാർഗൈനിങ് ഒക്കെ ഉണ്ടോ? എന്താ ഉസ്താദ് റഹ്മാൻ ഉസ്താദെ? റഹ്മാൻ ഉസ്താദ് ഇല്ലാത്തതുകൊണ്ടാണോ അതൊക്കെ? അലിമീങ്ങൾ അവര് പറഞ്ഞു തരുന്നത് ഇൽമാണ്.
അത് നമ്മൾ കേട്ടേ പറ്റും. ഈ മഹാപ്രപഞ്ചങ്ങൾ ഒന്നാകെ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ബോള് പോലെ ഒന്നായിരുന്നു. സൂര്യനും കോടാനുകോടി നക്ഷത്രങ്ങളും 1 ബില്യണിലേറെ നക്ഷത്രങ്ങൾ, ഓരോന്നിന്റെ ഇടയിലുള്ള ദൂരം എത്രയാ? അങ്ങനെ 1 ബില്യൺ, more than a billion stars from a galaxy. ഒരു ഗാലക്സി ഉണ്ടാകുന്നത്, ഒരു താരസമൂഹം നമ്മുടെ താരസമൂഹമാണ് മിൽക്കി വേ. എന്ന അറബിയിൽ പറയുന്ന, ക്ഷീരപഥം എന്ന് മലയാളത്തിൽ പറയുന്ന മിൽക്കി വേ. ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ്. ബില്യൺ കണക്കിന് മഹല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ആലോചിച്ച് നോക്കായിരുന്നു അല്ലെ? 6000 വീട്, 60,000, 6000. കേരളത്തിലെ വലിയ മഹല്ലാണിത്. 1 ബില്യൺ വീടുകളല്ല, 1 ബില്യൺ നക്ഷത്രങ്ങൾ. അതിൽ ഒന്നാണ് ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം മില്യൺ കണക്കിന് പ്രകാശവർഷങ്ങളാണ്. അങ്ങനെ മില്യൺ കണക്കിന് 1 ബില്യൺ, മോർ ദാൻ എ ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോഴാ ഒരു താരസമൂഹമാകുന്നത്. അങ്ങനത്തെ 2 ബില്യൺ താരസമൂഹങ്ങളുള്ള ലോകമാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചം. മനുഷ്യന്മാരെന്ന് മേലോട്ട് നോക്കിയാൽ മനസ്സിന്റെ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് ഇല്ലാതെയാവണമെന്നാണ്. ഈ വലിയ ലോകം, ഭൂമിയുടെ വലുപ്പം എത്രയാന്ന് ആലോചിച്ച് നോക്കിയപ്പോ നമ്മുടെ കൊല്ലൂർ വേള ഭൂമിയിൽ എത്ര ചെറുതാ. ഒന്ന് സൂം ചെയ്ത് നോക്കി, ഒന്ന് സൂം ഔട്ട് ചെയ്യാൻ കാണാൻ കിട്ടുമോ? ഇവിടെ നടക്കുമ്പോഴാണ് നമ്മൾ നെഞ്ചു വിരിച്ചിങ്ങനെ നടക്കുന്നത്. ഉമ്മായോട് പിണക്കം, വാപ്പയോട് പിണക്കം, ജ്യേഷ്ഠനോട് പിണക്കം. എന്തേ? പൈസയുടെ പേരിൽ. ഒന്നുമില്ല, കാര്യമായ വിഷയം പൈസയാണല്ലോ. ഇപ്പോ സംസ്കാരമോ ഇൽമോ മാന്യതയോ സ്വഭാവമോ ഒന്നുമല്ല. മനുഷ്യൻ കാശിന് വേണ്ടി ജീവിക്കുന്ന കാലമാണ്. എന്നിട്ട് വല്ലതും കൊണ്ടുപോകോ? ഒന്നുമില്ല. അവനെ പൊതിഞ്ഞു കൊണ്ടുപോകും. അവനൊന്നും കൊണ്ടുപോകില്ല. ഇത് തിരിച്ചറിയുന്നില്ല നമ്മൾ. അതാണ് വിഷയം. ഈ മഹാപ്രപഞ്ചങ്ങൾ ഒന്നാകെ ഒരു ഗോളമായിരുന്നു. അപ്പൊ എത്രയായിരിക്കും ഇതിന്റെ വലുപ്പം? ഇതെല്ലാം കിടക്കുന്നത് 1-ാം ആകാശത്തിന്റെ താഴെയാണ്. എല്ലാം കിടക്കുന്നത് 1-ാം ആകാശത്തിന്റെ താഴെയാണ്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. 1-ാം ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്ര താരപഥങ്ങൾ മുഴുവനും കിടക്കുന്നത്. താരപഥങ്ങൾ മുഴുവൻ കിടക്കുന്നത് 1-ാം ആകാശത്തിന്റെ താഴെയാണ്. 2 ബില്യണിലേറെ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സികളിലും ബില്യണിലേറെ നക്ഷത്രങ്ങളുണ്ട്. അതെല്ലാം ഒരു നേരത്ത് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഓരോരോ നക്ഷത്ര ലോകങ്ങളായി, ഗോളങ്ങളായി, ഗോളങ്ങൾക്ക് സാറ്റലൈറ്റുകളായി, ഉപഗോളങ്ങളായി അള്ളാഹു പടച്ചത്. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണെന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം. അല്ലാഹു പറയുന്നു, എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നോ, പൊട്ടിത്തെറിയിലൂടെ ആണോ പ്രപഞ്ചം ഉണ്ടായതെന്നോ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് പഴപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ ലോകത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോഴാ നമ്മുടെ യുക്തിവാദികൾ പറഞ്ഞത്, പ്രപഞ്ചം പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായതെങ്കിൽ ഒരു പടച്ചതമ്പുരാന്റെ ആവശ്യമുണ്ടോ? ചെറിയൊരു മറുപടി അതിന് കൊടുക്കേണ്ടതുള്ളൂ. ആ സാധനം ഉണ്ടായത് എങ്ങനെയാണ്? അത് നീ പറഞ്ഞത് പൊട്ടിത്തെറിച്ചപ്പോ പടച്ചോൻ വേണ്ട, ശരി. അത് പൊട്ടിത്തെറിക്കാൻ ഒരു സാധനം അവിടെ വേണ്ടേ? അത് എവിടുന്ന് വന്നു? അതൊരു പറയൂല. വലാ ഖൽഖ അൻഫുസിഹിം, നിങ്ങളെ തന്നെ എങ്ങനെയാണ് പടച്ചതെന്നും അല്ലാഹു നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തന്നിട്ടില്ല. അതിനെ സംബന്ധിച്ചും പഴപ്പിക്കാൻ ഇവിടെ ചാൾസ് ഡാർവിനെ പോലെയുള്ള ആളുകളുടെ പരിണാമ സിദ്ധാന്തങ്ങൾ വരും. തിയറി ഓഫ് ഇവല്യൂഷൻ വരും. ചിമ്പാൻസികളിൽ നിന്ന് കാലക്രമേണകളായി പരിണാമം സിദ്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ഗ്രാജ്വലി, വളരെ മെല്ലെ മെല്ലെ മനുഷ്യനായി രൂപപ്പെട്ടു പോയി, വാലറ്റുപോയി നിവർന്നു നടക്കുന്ന മനുഷ്യനായി. മനുഷ്യൻ കുരങ്ങിന്റെ സ്പീഷീസുകളിൽ നിന്ന് ഉണ്ടായതാണെന്ന ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ പടച്ചത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് അള്ളാഹുവിനോടൊരു വിധേയത്വം? എന്തിനാ ദൈവത്തോട് വിധേയത്വം? നമ്മളിങ്ങനെ ഉരുണ്ടുമറിഞ്ഞുണ്ടായതല്ലേ. ഇത് പറയാൻ വരുന്നുണ്ട് നബിയേ.
ഇങ്ങനെ സിദ്ധാന്തങ്ങൾ ലോകത്ത് വരാൻ പോകുന്നുണ്ടെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന് ഇറക്കി കൊടുത്ത സൂറത്തുൽ കഹ്ഫാണ് ചർച്ച ചെയ്തത്. നമ്മൾ അറിഞ്ഞോ വിശുദ്ധ ഖുർആൻ ഇത്രയും ആഴത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു എന്ന്? മനുഷ്യനെ പടച്ചത് എങ്ങനെയാണെന്നോ പ്രപഞ്ചത്തെ പടച്ചത് എങ്ങനെയാണെന്നോ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല നബിയേ. എന്നാൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണം. അപ്പൊ ചോദിക്കും, അവനെ പടച്ചത് ആരായിരിക്കും? നബി പറയുന്നു, ലൻ തഖ്ദിറൂ ഖദ്റഹ്. ഈ പ്രപഞ്ചത്തിൽ ഓരോരോ മുട്ടുസൂചിക്കും ഒരു സൃഷ്ടാവ് വേണമെന്ന് നമ്മൾ അങ്ങ് സമ്മതിച്ചാൽ വെറുതെ ഒരു സംഗതി ഉണ്ടാകോ? നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ. ഒരു കാരണം വേണം. അങ്ങനെയെങ്കിൽ ആ പടച്ചവന് വേറെ ഒരാൾ വേണമെങ്കിൽ അയാളെ പടച്ചത് വേറെ ആള് വേണം. അയാളെ പടച്ചത് ആര് എന്ന് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് ഉത്തരമില്ലാതെ പോകും ആ ചോദ്യം. എന്നാൽ മനുഷ്യന്റെ യുക്തിക്ക് ഉത്തരം നൽകാൻ അല്ലാഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് പോയാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ല. എന്നാൽ ഒരു സൃഷ്ടാവ് വേണമെന്ന് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. ആ സൃഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാവണം, ഉമ്മയോ ബാപ്പയോ ഇല്ലാത്തവനാവണം. അവൻ സ്വയം സെൽഫ് ഇറ്റേണൽ ആവണം. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഉൻസുബ് ലനാ റബ്ബക്, നിങ്ങളുടെ റബ്ബ് ആരാണെന്ന്, നിസ്ബ എന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോഴാ അമിൻ ദഹബിൻ അം ഫില്ലത്തിൻ ഹുവ, മുഹമ്മദ് നബിയെ നിങ്ങളുടെ അല്ലാഹു സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ വെള്ളി കൊണ്ടുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു എന്ന ഒരുവൻ ഒരേ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്, എല്ലാവരും അവൻ ആവശ്യമുള്ളവനാണ്, അവൻ ആരെയും ആവശ്യമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവനെ ആരും പ്രസവിച്ചിട്ടില്ല, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല. യേശുക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് പറയല്ലേ. അള്ളാഹുവിന്റെ ശ്രേഷ്ഠനായ ഒരു ദിവ്യ പുരുഷൻ, അള്ളാഹുവിന്റെ ദിവ്യമായ വഴിപാടുകൾ സ്വീകരിക്കാൻ വന്ന ഒരു നബിയോ പ്രവാചകനോ ആണെന്ന് പറ. ദൈവപുത്രനാണെന്ന് പറയരുത്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. There is nothing comparable to Allah. ഒന്നുമേ അള്ളാഹുവിന് തുല്യനായിട്ട് ഇല്ല എന്ന ഈ ഒരു ആയത്ത് ഇറങ്ങുന്നത് അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചു തരാനാണ്. അള്ളാഹു ഉമ്മയില്ല വാപ്പയില്ല. ഒരൊറ്റ ഉദാഹരണം, ഒരു പുരുഷൻ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിലെ ഒരു ഇബ്രാഹിം അല്ലെങ്കിൽ ഒരു അബ്ദുള്ള പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചോദിക്കൂല കുട്ടി ആണാണോ പെണ്ണാണോ ചോദിക്കോ? എന്തുകൊണ്ട് ചോദിക്കൂല? അത് പ്രസവിക്കൂല നമ്മൾ വിചാരിച്ചു ഉറപ്പിച്ചു വെച്ചു, ആണ് പ്രസവിക്കൂല. പുരുഷനാണെങ്കിൽ പ്രസവിക്കൂല. ഇതെവിടുന്ന് കിട്ടി? അങ്ങനെ എന്നാ പ്രസവിച്ചൂടെ? ഇല്ല, പറ്റില്ല. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഒരു പുരുഷനാണെങ്കിൽ അവനെ പ്രസവിക്കാൻ പറ്റൂല എന്നാ ഞാൻ മനസ്സിലാക്കുക. ഒരു സൃഷ്ടാവാണെങ്കിൽ അവൻ ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാവണം, അപ്പോഴേ സൃഷ്ടാവാകും. ഇത്രയുള്ള വിഷയം. ഇത് പഠിപ്പിക്കാനാണ് 1000-ലേറെ ആയത്തുകളിൽ അള്ളാഹു തൗഹീദ് ചർച്ച ചെയ്തത് വിശുദ്ധ ഖുർആനിൽ. 1200-ഓളം ആയത്തുകളിൽ ഖുർആനിന്റെ ചർച്ച ശാസ്ത്രീയ വിഷയങ്ങളാണ്. 1000 ആയത്തുകൾ വേറെ ചർച്ച വന്നത് പരലോകം പഠിപ്പിക്കാനാ, മരണത്തിന് ശേഷം നിങ്ങൾക്ക് ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചു തരാനാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറക്ക് അല്ലാഹു അൽ ബഖറ എന്ന് പേര് വെച്ചത്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ മൂസ നബിയുടെ കാലത്ത് നടന്ന ഒരു ചരിത്രമാണ് അവിടെ സൂചകം. ഒരാള് മരിച്ചുപോയി, ആരോ ഒരാള് കൊന്നു. മൂസ നബിയെ, ആരാണ് ഞങ്ങളുടെ ബന്ധുവിനെ കൊന്നതെന്നറിയില്ല, ഘാതകൻ ആരാണെന്ന് ഞങ്ങൾക്കറിയണം, എന്താണ് വഴി? മൂസ നബി പറഞ്ഞു, ഇദ്ബഹൂ ബഖറ, നിങ്ങളൊരു പശുവിനെ അറുക്കണം. കേൾക്കണ്ടല്ലേ? മൂസ നബി എങ്ങനെ പറഞ്ഞു? ഇദ്ബഹൂ ബഖറ, മനുഷ്യന് പടച്ച അള്ളാഹു സൃഷ്ടിച്ച ഭക്ഷണങ്ങളുണ്ട്. ജീവന് വില കൽപ്പിക്കുകയാണെങ്കിൽ പച്ചക്കറികൾക്കും ജീവനുണ്ട്. പക്ഷെ അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നതല്ലയോ, നീ തന്ന ജീവൻ നീ ഞങ്ങൾക്ക് ഭക്ഷിക്കാനായി തന്നതിന്റെ പേരിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റബ്ബേ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാ ഞങ്ങൾ ഇറക്കുന്നത്. അതുകൊണ്ടാ ഒരു അറിവ് ഹലാലായി മാറുന്നത്. എന്തിന്? ജീവന് വിലയുണ്ട്, പശുവായാലും ആടായാലും ഒക്കെ. പക്ഷേ നീ അനുവദിച്ചത് കൊണ്ട് മാത്രം അല്ലാഹുവേ ഞങ്ങൾ ഇതിനറുക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ.
അതുകൊണ്ട് ഹലാലെ ഭക്ഷിക്കാൻ പറ്റൂ എന്ന് പറയാൻ കാരണം ജീവന് വിലയുണ്ട്. പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞു മൂസനബിയോട് അല്ലാഹു. മൂസനബി ജനങ്ങളോട് പറഞ്ഞു പശുവിനെ അറുക്കണം. അവര് ചോദിച്ചു, മൂസനബിയെ എങ്ങനത്തെ പശു, ഏത് നിറമുള്ളത്, എത്ര വയസ്സുള്ളത്, കുറെ ചോദ്യം ചോദിച്ചു. കുറെ ചോദ്യം ചോദിച്ചതാ നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കണവരെ സംശയം തീരാത്തവരുണ്ട്. ചോദിച്ചതന്നെ പിന്നെയും ചോദിക്കും, അതന്നെ പിന്നെയും ചോദിക്കും, അതന്നെ വേറെ സ്ഥാനോട് ചോദിക്കും, അതന്നെ മരിക്കോളം ചോദിച്ചാൽ എപ്പോഴതൊക്കെ തീർന്നിട്ടൊന്ന് ഉറപ്പിക്കണ്ടേ? അത് വേണ്ടെന്ന് മൂസ നബി പറഞ്ഞു, ആ പശുവിനെ അറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എടുത്ത്, അതിന്റെ ഒരു കയ്യോ കാലോ മാംസം എടുത്തിട്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ഒന്ന് തൊട്ടുകൊടുത്താൽ അയാൾ എഴുന്നേറ്റ് പറഞ്ഞു തരും ആരാണ് ഇയാളെ കൊന്നതെന്ന്. അങ്ങനെ ചെയ്തപ്പോ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നതാണ്. ആ മഹാത്ഭുതമാണ് സൂറത്തുൽ ബഖറയിൽ അൽ ബഖറ എന്ന് പറയാനുണ്ടായ കാരണം ഈ സംഭവമാണ്. അയാൾ എഴുന്നേറ്റ് നിന്നു, എന്നെ കൊന്നുകളഞ്ഞത് എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ ആ പാതകം ചെയ്തുവോ? എന്തിന്? എന്റെ വാപ്പ മരിച്ചുപോയാൽ വാപ്പയുടെ സ്വത്ത് മുഴുവനും എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവനുണ്ടായെങ്കിൽ ഓരോഹരി അവന് പോകുമല്ലോ എന്ന് പേടിച്ച് എനിക്ക് മുഴുവൻ തട്ടിയെടുക്കാൻ ഞാൻ ചെയ്ത പണിയായിരുന്നുവത്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം വന്നു, ഏതെങ്കിലും ഒരാൾ അനന്തരാവകാശം തട്ടിയെടുക്കാൻ വേണ്ടി ഒരാളെ കൊന്നുകളഞ്ഞാൽ ആ മനുഷ്യന് വാപ്പയുടെ ഉമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു ഫിൽസ് പോലും അനന്തരമെടുക്കാൻ പാടുള്ളതല്ല. ആ സംഭവമാണ് സൂറത്തുൽ ബഖറയിലെ ചരിത്രം. അത് പറയുമ്പോൾ അൽ ബഖറ എന്ന് കേൾക്കുമ്പോൾ, പശു എന്ന് കേൾക്കുമ്പോൾ ഇത് ഓർമ്മ വരണം. മരിച്ചുപോയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന ചരിത്രമാണത്. മരിച്ചു കഴിഞ്ഞാൽ ജീവനുണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ച ഭാഗമാണത്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. 1000-ലേറെ ആയത്തുകൾ പരലോകം ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അൽ ബഖറ എന്ന ആദ്യത്തെ അത്വൽ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ദി ലോങ്സ്റ്റ് ചാപ്റ്റർ ഇൻ ഖുർആൻ ചർച്ച ചെയ്തിരുന്നത് അതിന്റെ ശീർഷകം തന്നെ പരലോകം ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ്. അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല നബിയേ. അസ്മഈ എന്ന് പറയുന്ന ഒരു നഹവി പണ്ഡിതനുണ്ട്, ഗ്രമേറിയൻ, ഗ്രാമർ അറിയുന്ന ആളാണ്. അൽ അസ്മഈ സാധുമാരൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ ചില നഖലുകളൊക്കെ കണ്ടിരിക്കും. ഒരുപാട് യാത്ര ചെയ്ത അനുഭവങ്ങളുള്ള ആളാണ് അദ്ദേഹം. ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ അസ്മഈ കാട്ടറബികളുള്ള ഒരു പ്രദേശത്തെത്തി. അവിടെ എത്തിയപ്പോ ഒരു അറാബിയുടെ അരികത്തിരുന്ന് മൂളിപ്പാട്ട് പാടുന്ന പോലെ പരിശുദ്ധമായ ഖുർആൻ അദ്ദേഹം ഓതാൻ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله غفور رحيم. അറാബി ചോദിച്ചു, അസ്മഈ, ആരുടെ വാക്കാ നിങ്ങൾ ഈ പറയുന്നത്? കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വാക്കാണ്, ഖുർആനാണ്. അല്ല അസ്മഈ, ഇത് ഖുർആനല്ല, ഇത് ഖുർആനല്ല, ഇത് ഖുർആനല്ല. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് ഖുർആനല്ല അസ്മഈ, നിങ്ങളൊന്ന് ഓതി നോക്കൂ. അപ്പോഴാണ് അസ്മഈക്ക് ബോധ്യപ്പെടുന്നത് വല്ലാഹു അസീസുൻ ഹകീം എന്ന് പറയേണ്ടിടത്ത് വല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ് പറഞ്ഞത്. നമ്മൾ ആയത്തിന്റെ അവസാനം കാണൂലേ, വല്ലാഹു സമീഉൻ ബസീർ അലീമുൻ ഖബീർ. ഓരോ ആയത്തിന്റെ അവസാനങ്ങളും അവസാനിക്കുന്നത് അതിശക്തമായ മനോഹരമായ ഘടനയിലാണ്. അസ്മഈ ഓതി നോക്കി, വസ്സാരിഖു വസ്സാരിഖ ഫഖ്തഉ ഐദിയഹുമാ
ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. ഇത് അല്ലാഹുവിന്റെ വചനമാണെന്ന് തോന്നുന്നു. അതേ അസ്മാഇ പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ വചനം തന്നെ. അറബി നേരത്തെ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഓതിയ തെറ്റ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അദ്ദേഹം അറബിയാണ്, അറബി അറിയുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലായതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അസ്മാഇ എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ലാഹു മോഷണം ചെയ്ത ആളുകളുടെ കൈയും രണ്ട് കൈകളും മുൻകൈ മുറിക്കണമെന്ന് പറഞ്ഞ ഭാഗമാണ്. മോഷണം ചെയ്ത ആണോ പെണ്ണോ? അവര് മോഷണം ചെയ്തത് 1 ദീനാറിന്റെ 1/4 വില മതിക്കുന്ന സാധനമാണെങ്കിൽ അവരുടെ മുൻകൈ മുറിക്കപ്പെടും. ഇത് ശരീഅത്തിന്റെ നിയമമാണ്. അങ്ങനെയാണെങ്കിൽ നാട്ടിലെ കുറെ അക്കൗണ്ടന്മാർക്ക് കൈയുണ്ടാവില്ല. കടകളിൽ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ ഇസ്ലാമിക് ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ. അബിനെ പറ്റിച്ച ഒരാളുണ്ടായിരുന്നു. നാട്ടിൽ വലിയ പുരയൊക്കെ ഉണ്ടാക്കി 2 കൊല്ലം കൊണ്ട് ചോദിച്ചു, പൊന്നാര ചങ്ങാതി എനിക്ക് എവിടുന്ന ഈ പൈസ ഒക്കെ പാടാ കിട്ടിയത്? ഒന്നുമില്ല, അറബിനോട് ചോദിച്ചെടുത്തതാണ്. ഓരോ ദിവസം വൈകുന്നേരം പോകുമ്പോൾ എന്ത് ചെയ്യും? പച്ച മലയാളത്തെ പറയും, 100 ഉറുപ്പിക എടുത്തും കേട്ടോ. അറബിക്ക് തിരിയേണ്ടത് എന്തായി പറയണത്? അപ്പൊ സമ്മതം വാങ്ങി പൊരുത്താക്കിയിട്ടായി കൊണ്ടുവരുന്നത് അവന്റെ വിചാരം. അള്ളാന്റെ കോടതിക്ക് മുമ്പിലെത്തിയാൽ കയ്യങ്ങ് മുറിഞ്ഞു പോകും. ശറഅന്റെ നിയമം അതാണ്. ഒരാളുടെ കൈയൊരാൾ വെറുതെ മുറിച്ചു കളഞ്ഞാൽ 500 സ്വർണ്ണ നാണയം കൊടുക്കണം. ആ കൈ കൊണ്ട് 1 സ്വർണ്ണ നാണയത്തിന്റെ 1/4 വില മതിക്കുന്നത് മോഷ്ടിച്ചു കളഞ്ഞാൽ ആ കൈ മുറിക്കപ്പെടുന്ന. എന്തുകൊണ്ട്? വിശ്വസ്തതക്കാണ് അള്ളാഹു വില നൽകുന്നത്. മോഷണം ചെയ്ത ആണോ പെണ്ണോ, ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ കൈ നിങ്ങൾ മുറിച്ചു കളയണമേ. ജനങ്ങളോടല്ല, ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഖാദിയോട്, ജഡ്ജിനോടാണ് ഈ പറയുന്നത്. നാട്ടുകാർക്ക് നിയമം കയ്യിലെടുക്കാൻ പാടുള്ളതല്ല. കൈ മുറിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് ജസാഅൻ ബിമാ കസബാ, അവര് ചെയ്തതിന്റെ ഫലമായിട്ടും നകാലം മിനല്ലാഹ്, അല്ലാഹു നൽകുന്ന ശിക്ഷയുമാണത്. ഇത് കഴിഞ്ഞിട്ട് വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, കരുണയുള്ളവനാണ് എന്നല്ലേ അസ്മാഇ നിങ്ങൾ നേരത്തെ ഓതിയത്? അങ്ങനത്തെ പുറത്തു കൊടുക്കുന്ന കരുണാവാൻ കൈമുറിക്കാൻ ഇവിടെ പറയുമോ? അപ്പോഴേക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ടെന്ന്. നിങ്ങൾ തിരുത്തിയോതി അസീസുൻ ഹകീം. അല്ലാഹു അസീസാണ്, അല്ലാഹു ഹകീമാണ്. അവൻ അല്ലാഹുവാണ് അഭിമാനം നൽകുന്നവൻ, അല്ലാഹുവാണ് അധികാരി. അധികാരിക്കാണ് നിയമം നടപ്പാക്കാൻ അവകാശമുള്ളത്. ആ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ യുക്തിയുള്ളവനാണ് അല്ലാഹു. അല്ലാഹു ഹകീമുമാണ്. ഇപ്പോൾ ആ പറഞ്ഞത് ശരിയായി. ഭാഷ കണ്ടപ്പോഴേക്കും ഖുർആനിൽ തെറ്റുപറ്റി എന്ന് കണ്ടറിഞ്ഞ ഒരു സാധാരണക്കാരൻ. ശുദ്ധ ഖുർആൻ അറിയണമെങ്കിൽ അറബി തന്നെ പഠിക്കണം. മുഅ്മിനീങ്ങളെ ഒന്ന് ഗൾഫിക്ക് ജോലി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇരുന്ന് പഠിക്കുന്നില്ലേ നമ്മള്? അള്ളാന്റെ കലാമിന്റെ ഒരു അത്ഭുതം. നമ്മളൊക്കെ മുസ്ലിം ആവാൻ ഭാഗ്യമുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഭാഗ്യാണോ എന്ന് നമ്മുടെ കുറെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നും അറിയുന്നില്ല. അതൊക്കെ എന്റെ ഉമ്മയും മുസ്ലിമായതുകൊണ്ട് ഞാൻ ഉമ്മിപ്പ അല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെന്തോ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സുഹൃത്ത് മുസ്ലിമായിട്ട് എന്റെ കഥ പറയാണ്. സ്കൂൾ പഠിക്കുമ്പോ അള്ളാന്ന് പറഞ്ഞപ്പോ കൂടെ ഇരിക്കുന്നവൻ പറഞ്ഞു, അത് നിനക്ക് പറയാൻ കഴിയില്ല, അള്ളാ എന്ന് നീ പറ. ഒരു മുസ്ലിം കുട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവൻ ഹിന്ദുവാണ്. അള്ളാന്ന് പറഞ്ഞു. ശരിയായിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു നോക്ക. അല്ല, അത് അള്ളാഹ് എന്നാ. നിനക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറയാൻ കഴിയില്ല എന്ന് സ്കൂളിലെ 8ാം ക്ലാസ്സിൽ നിന്ന് നാവുകൊണ്ട് അല്ലാഹ് 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 എന്ന് പറഞ്ഞപ്പോ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന ഒരു വെളിച്ചം ആ ചെറുപ്പക്കാരൻ ഇന്ന് മുസ്ലിം ആയിരിക്കുകയാണ്. അല്ലാഹ് എന്ന വചനം ഭയങ്കരമാണ്. അത് അൽ ഇലാഹ് ലോപിച്ചതാണ് എന്ന് നഹവി പണ്ഡിതന്മാരിൽ ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അല്ലെന്ന്. എല്ലാ ഭാഷകളിലും അല്ലാഹ് അല്ലാഹുവാണ്. ആ റബ്ബ് മുത്തനബിക്ക് ഇറക്കി കൊടുത്ത റബ്ബിന്റെ വചനം വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. ലാ തൻഖദി അജായിബുഹു, അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല, അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഒരുപാട് അത്ഭുതങ്ങൾ.
21-ാം നൂറ്റാണ്ട് ഡിജിറ്റൽ ലോകമാണെങ്കിൽ, കണക്കുകളുടെ ലോകമാണെങ്കിൽ, അക്കങ്ങളുടെ ലോകമാണെങ്കിൽ, ഖുർആനിലുണ്ട് അൽ ഇജാസുർ റഖമി, ദ ന്യൂമറിക്കൽ മിറക്കിൾസ് ഓഫ് ഖുർആൻ. ഖുർആനിന്റെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട മിറക്കിൾസ് ഉണ്ട്. ശുദ്ധ ഖുർആൻ അക്കങ്ങൾ നിരത്തി വെച്ചതിൽ 19 ഉണ്ട്, 7 ഉണ്ട്. ഒരു ലക്കി നമ്പർ വേണമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ആ ഒരു ഭാഗ്യ നമ്പർ 7 എന്നാണ് ഞാൻ പറയാ. 7മായി ബന്ധപ്പെട്ട്, അതിന്റെ ഗുണിതങ്ങളുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് കണക്കുകൾ അദ്ദുദ്ദായിമൽ കഹീലിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഗ്രന്ഥരചന നടത്തിയിരിക്കുകയാണ്. അത്ഭുതങ്ങൾ എവിടെയും കിട്ടൂല. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്ന സൂറത്തുൽ കഹ്ഫിൽ വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്തെ വിശുദ്ധ ഖുർആൻ അവരുടെ കഥ പറയുന്ന ആദ്യ ഭാഗത്തെ 12ാമത്തെ ആയത്തിന്റെ ആ പരിസരങ്ങളിൽ വലബിസൂ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവര് താമസിച്ചു. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. സന്മാർഗ ദർശനം അള്ളാഹു നൽകിയ 7 യുവാക്കളുടെ കഥ പറയുന്ന 2 ലബിസു എന്ന പദപ്രയോഗമുണ്ട് ഖുർആനിൽ. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة. ഇവിടെയാണോ ആദ്യമായി അല്ലാഹു ലബിസു എന്ന് പറഞ്ഞത്? അവരെ താമസിച്ച കണക്ക് പറയലാണ് സൂറത്തുൽ കഹ്ഫിന്റെ ആ ചരിത്രത്തിന്റെ ഒരു അത്ഭുതം. ആദ്യത്തെ ലബിസു മുതൽ അവസാനം ചരിത്രം അവസാനിക്കുന്നിടത്ത് അല്ലാഹു ഒരു ലബിസു പറയുന്നുണ്ട്. വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. 300 വർഷമാണ് അവർ താമസിച്ചത്, 9 ഏറെയും. നമ്മൾ പറയും 309 എന്ന് പറയലാണ് ലക്ഷ്യമെങ്കിൽ അള്ളാഹു അറബിയിൽ 309 അങ്ങനെയല്ലല്ലോ പറയാ. 309 സിനീൻ അങ്ങനെ പറയാം, 309. അങ്ങനെ പറയാതെ 300 വർഷം അവർ താമസിച്ചു. വസ്ദാദു 9 അവരെ ഏറെയും എടുത്തു എന്ന് അള്ളാഹു ആ കണക്ക് പറഞ്ഞെടുത്തൊരു അത്ഭുതമുണ്ട്. 309 വർഷം എന്ന് പറഞ്ഞതിന്റെ അത്ഭുതം, അറബ് വർഷപ്രകാരം, ചന്ദ്രവർഷപ്രകാരം 100 വർഷം കഴിയുമ്പോൾ ഇംഗ്ലീഷ് വർഷത്തെക്കാളും 3 കൊല്ലം നമ്മൾ ഏറെയാകും. കാരണം അടുത്ത റമദാനോ അടുത്ത പെരുന്നാളോ വരുമ്പോ നമുക്കറിയും, കഴിഞ്ഞ പെരുന്നാൾ എന്നായിരുന്നു ഓർമ്മയുണ്ടോ? ജൂലൈ 18 or 17 ആയിരുന്നില്ലേ? അടുത്തിനി വരുമ്പോ അത് ജൂലൈ 8 ആയിരിക്കും. 10 ദിവസം ബാക്കൗട്ട് വരും. ജൂലൈ ഈ വർഷം അല്ലെ, ജൂലൈ 7 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. 10 ദിവസത്തിന്റെ മാറ്റം വരും ഒരു കൊല്ലത്തിൽ. നമ്മൾ ചന്ദ്രവർഷം 10 ദിവസം കുറവാണ്. അങ്ങനെ വന്നാൽ 100 വർഷം കഴിയുമ്പോൾ, 100 കൊല്ലം കഴിയുമ്പോൾ ചന്ദ്രവർഷം സൗരവർഷത്തെക്കാളും 3 വർഷം ഏറെ വരും. അങ്ങനെ വന്നാൽ 300 കൊല്ലം കഴിയുമ്പോ ചന്ദ്രവർഷം സൗരവർഷത്തെക്കാളും ചന്ദ്രന്റെ കണക്ക് നോക്കിയുള്ള കണക്ക് പ്രകാരം 300 കൊല്ലം ജനുവരി ഫെബ്രുവരി കണക്കാക്കിയാൽ ആ കണക്കിലൂടെ 300 കൊല്ലം കഴിയുമ്പോ അറബ് വർഷപ്രകാരം അത് 309 ആണ്. അതുകൊണ്ടാണ് അല്ലാഹു 300 കൊല്ലം അവർ താമസിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ അത് ചന്ദ്രവർഷം എടുക്കുകയാണെങ്കിൽ 309 കൊല്ലമാണ്. ഈ 2 വർഷങ്ങളുടെയും കണക്കുകൾ യോജിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ 300 കൊല്ലം താമസിച്ചു. കാരണം അവർ ഈസാ നബിയുടെ കാലക്കാരാ. അവർ ക്രിസ്തീയ കണക്ക് പ്രകാരം സൗരവർഷം കണക്കാക്കുന്നവരാണ്. എന്നാൽ അറബികളായ നിങ്ങൾ എന്ത് കണക്കാക്കുന്നത്? ചന്ദ്രവർഷമാണ്. വസ്ദാദു 9 ഏറെയുമുണ്ട്. നിങ്ങളുടെ കണക്കിൽ അവർ ഉറങ്ങിയത് 309 കൊല്ലം, അവരുടെ കണക്കിൽ 300 കൊല്ലം. ഇത് രണ്ടും ഉൾക്കൊണ്ടു അല്ലാഹുവിന്റെ വചനം. അത് മാത്രമല്ല, ഒരു ലബിസു മുതൽ രണ്ടാമത് പറഞ്ഞ ലബിസു വരേക്കുമുള്ള ഓരോ വാക്കുകളും എണ്ണി നോക്കിയാൽ
309 കൃത്യമാണ്. 309 വാക്കുകളാ ആദ്യത്തെ ലബിസു മുതൽ അവസാനത്തെ ലബിസു വരെ 309. അതിൽ 300 എന്ന് പറയുന്ന വാക്ക് 300ാമത്തെ വാക്കാണ്. വെറുതെ ഉണ്ടാവോ? ഇത് വെറുതെ വരുമോ? മനുഷ്യനാണ്, നബി തങ്ങളാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ, ഹബീബിന്റെ കൈ കൊണ്ടുണ്ടാക്കിയതായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു കണക്കിന്റെ ഒരു അത്ഭുതം, ഈ വാക്കുകളുടെ ക്രമീകരണത്തിൽ അള്ളാഹു വരുത്തിയ മഹാത്ഭുതം ഒരു മനുഷ്യന് സാധ്യമാണോ? 21ാം നൂറ്റാണ്ട് എവിടെയാണുള്ളത്? അതിന്റെ കൂടെ നടക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം മനുഷ്യൻ എത്ര പുരോഗമനം. ഖുർആൻ മനുഷ്യന്റെ കൂടെയാണ്, മനുഷ്യന് മുമ്പേ നടക്കുകയാണ്. ലാ തൻഖദി അജായിബു, അത്ഭുതങ്ങൾ അവസാനിക്കില്ല നബിയേ. വൽ ബഹരിൽ മസ്ജൂർ വൽ ബൈത്തിൽ മഅമൂർ, സമുദ്രത്തിന്റെ ഉള്ളിലൂടെ മുങ്ങി കപ്പലിലൂടെ കടന്നുപോയപ്പോഴാ അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും 11ഉം 12ഉം കിലോമീറ്റർ ആഴമുള്ള കടലുകളുണ്ട്. ആ കടലുകൾക്കടിയിൽ തീജ്വാലകൾ കണ്ടിട്ടുണ്ട്. തീജ്വാലകൾ, അഗ്നിപർവ്വതം പോലെ കടലിന്റെ സീബെഡിൽ തീകളുണ്ട്. നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. സമുദ്രങ്ങളെ സംബന്ധിച്ച് സമുദ്രത്തിന്റെ അടിയിൽ തീയുണ്ട്. ആർക്കറിയും? വൽ ബഹരിൽ മസ്ജൂർ, കത്തുന്ന കടലിനെ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. വൽ ബഹരിൽ മസ്ജൂർ, 12 കിലോമീറ്ററോളം അട്ടിയിൽ വെള്ളമുണ്ടായിരിക്കെ ആ വെള്ളത്തിനൊന്നും കെടുത്താൻ പറ്റാത്ത രീതിയിൽ ഭൂമി പിളർന്ന് തീജ്വാലകൾ കടന്നു വരുന്നത്, കടുത്ത തീ ആളിപ്പടരുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തക്ക രീതിയിൽ ഇന്ന് സയന്റിസ്റ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ സയന്റിസ്റ്റുകൾ, അതുപോലെ നമ്മുടെ അനിമൽ പ്ലാനറ്റ്സ്, ഡിസ്കവറി ചാനൽ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ സത്യം മനസ്സിലാക്കാൻ ചില ആളുകളെ അള്ളാഹു അയക്കാണ് കടലിന്റെ ഉള്ളിലേക്ക്, സ്പേസിലേക്ക്, കാട്ടിലേക്ക്. മഹാത്ഭുതങ്ങൾ, വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ. വൽ ബൈത്തിൽ മഅമൂർ, അവിടെ കത്തുന്ന കടൽ എന്ന് പറഞ്ഞപ്പോ ഖിയാമത്ത് നാൾ വരുമ്പോൾ കത്തുമല്ലോ, അതിനെ കുറിച്ചായിരിക്കും അള്ളാഹു പറയുന്നത് എന്ന് തോന്നിയേക്കും. ഈ പറഞ്ഞത് അതിനെ കുറിച്ചല്ല. കാരണം അള്ളാഹു ഇതിന്റെ പരിസരങ്ങളിൽ സത്യം ചെയ്ത് പറഞ്ഞതൊക്കെ വൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിനെ തന്നെയാണ് സത്യം. അത് ഇപ്പോൾ നിലവിലുള്ള സംഗതിയാണ്. നിലവിലുള്ള സാധനങ്ങളെ സംബന്ധിച്ച് സത്യം ചെയ്ത ഭാഗത്താണ്. കത്തുന്ന കടലിനെ തന്നെയാണ് സത്യമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് കടൽ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടലിൽ യാത്ര പോയിട്ടില്ലല്ലോ. എവിടെന്നാ കത്തുന്ന കടലുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത്? കടലിന്റെ ഉള്ളകം കത്തുന്നുണ്ട്, വെള്ളം കൊണ്ടത് തടുക്കാൻ കഴിയുന്നില്ല. ഈ മഹാത്ഭുതം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത വിഷയമാണ്. വൽഫുൽകില്ലതി തജ്രി ബിമാ യൻഫഉൻ നാസ്, സമുദ്രമുണ്ട് കൊല്ലത്ത്. കൊല്ലത്ത് കടലുണ്ടല്ലോ അല്ലേ? പോവാറില്ലേ? അള്ളാഹുവിന്റെ ഈ ഭൂമിയുടെ ഒരു ഭംഗിയും അവന്റെ സൃഷ്ടിപ്പിന്റെ ഒരു അത്ഭുതമൊക്കെ കാണാൻ ഒന്ന് പോയി നോക്കി. ഇടയ്ക്കൊക്കെ കടലിൽ കപ്പലുകൾ ഓടുന്നുണ്ട്. ഇവിടെ വിഴിഞ്ഞവിടെ അടുത്തല്ലേ? തിരുവനന്തപുരത്താണ് അല്ലേ? ഇവിടെ നമ്മളെ സീപോർട്ട് വരുന്നത് വിഴിഞ്ഞത്തല്ലേ? അവിടെ സീപോർട്ട് വരുമ്പോ അവിടെ വരുന്നത് യാത്ര കപ്പലുകളല്ല, എന്താ, കണ്ടെയ്നറുകൾ വഹിച്ചു വരുന്ന കപ്പലുകളാണ്. കൂടുതലും ചൈനയിൽ നിന്നായിരിക്കും അല്ലേ? കണ്ടെയ്നറുകൾ വഹിക്കുന്ന കപ്പലുകളാ വരിക. കപ്പൽ യാത്രയെ സംബന്ധിച്ച് ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ഇന്ന് അത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ അള്ളാഹു പറയാൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി യാത്ര ചെയ്യുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ഇന്ന് മനുഷ്യൻ യാത്രക്കല്ല കപ്പൽ ഉപയോഗിക്കുന്ന അധികവും. ചരക്ക് കപ്പലുകൾ, നമ്മുടെ ഗുഡ്സ് ആൻഡ് നമ്മുടെ കമോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. അതിനുപയോഗിക്കുന്ന കപ്പലുകൾ ഇല്ലയോ? ശുദ്ധ ഖുർആൻ. കൽജിബാൽ, പർവ്വതങ്ങളോളം ഹൈറ്റുകളുള്ള കപ്പലുകൾ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നില്ലയോ? അന്നൊന്നും മല പോയിട്ടൊരു വീടിന്റെ അത്ര വലുപ്പമുള്ള കപ്പൽ പോലും ഇല്ല നബി തങ്ങളുടെ കാലത്ത്. പക്ഷേ ഖുർആൻ പറഞ്ഞു
മലയോളം വലിപ്പമുള്ള കപ്പലുകളുണ്ട് എന്ന്. ഇന്ന് മൾട്ടി സ്റ്റോറി എത്രയാ 3 ടയർ എന്നൊക്കെ പറയും നമ്മൾ ട്രെയിനിൽ 3 സീറ്റ് ആവുമ്പോൾ, ഇത് 30 ടയർ 40 ടയർ 40 നിലകളൊക്കെ ഹൈറ്റുള്ള കപ്പലുകൾ ഉണ്ടെന്ന് ലോകത്ത്. അള്ളാഹുവിന്റെ കലാം അത് ചർച്ച ചെയ്തു. അപ്പൊ ചോദിക്കും നമ്മൾ, എന്നാ പിന്നെ ഫ്ലൈറ്റിനെ പറ്റിയൊക്കെ ഖുർആൻ പറഞ്ഞു? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? 2 ആയത്തുകളാണ് ഖുർആനിലുള്ളത് അതിനെ സംബന്ധിച്ച് പറഞ്ഞ 2 എണ്ണം. മുമ്പ് ഒരു ചർച്ചയിൽ അത് വിഷയം ചർച്ച വന്നിട്ടുള്ളതാണ്. ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദൻ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ഒരായത്ത്. ഇനി വേറൊരായത്ത്. അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. പറക്കുന്നവയെ കുറിച്ച് അള്ളാന്റെ കലാം ചർച്ച ചെയ്ത 2 ഭാഗങ്ങളാണിത്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു ഖുർആൻ പണ്ഡിതനുണ്ട്, ഇത് എന്റെ വകയല്ല. ഡോക്ടർ അലി ഖയാലി എന്ന് പറയുന്ന ഒരു സിറിയൻ പണ്ഡിതനുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് ഈ സംഭവം ദുബൈയിലെ ഇന്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിൽ വെച്ച് ആദ്യമായി ഈ സംഗതി പുറത്തുവിടുമ്പോഴാണ് നമുക്ക് ഞെട്ടിപ്പോയത്. അള്ളാഹുവിന്റെ വചനം ഔ ഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാഹ്. ഞാനത് പറയുന്നതിന്റെ മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്തുൽ എന്ന് ഫ്രഷ് ചെയ്തിരിക്കല്ലേ, നിങ്ങൾ കുറെ നേരം ഇരുന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലി. എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ടേ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആ മുത്തുനബിയല്ലേ നമുക്ക് അള്ളാഹുവിന്റെ വചനം കൊണ്ടുതന്നത്. ആ നബിയല്ലേ നമുക്കത് അവതരിപ്പിച്ചു കൊണ്ടുവന്നത്. ആ നബിയുടെ കയ്യിലല്ലയോ അള്ളാഹു ഏൽപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ എന്ന നൂർ ഇറങ്ങിയപ്പോൾ നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയെ 3 തവണയാണ് അണച്ചുകൂട്ടി പിടിച്ചത്. പ്രകാശം പ്രകാശം ഹബീബിന്റെ ഖൽബിലേക്ക് നൂറിൽ നിന്ന് നൂറ് കടക്കാൻ വേണ്ടി. എന്നിട്ടാ ഓതി കൊടുത്തത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു അവന്റെ കലാം അർഹിക്കുന്ന വിധം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. എണീറ്റിരിക്കുമ്പോ നിൽക്കുന്നവരിയ്ക്കാൻ വേണ്ടതല്ലേ, അതിന് സൗകര്യം. നിൽക്കുന്നവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാനുണ്ട്, ഞാൻ നിൽക്കുന്നതാണ്. വിഷമൊന്നും വിചാരിക്കണ്ട, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ വഅദ് പറയുമ്പോഴൊന്നും സയൻസ് ഒന്ന് പറഞ്ഞുകൂടാന്നാണ്. എന്നോട് ഈ വിഷയം പറഞ്ഞതുകൊണ്ട് അങ്ങ് വിഷയം അത് സംബന്ധമായി അങ്ങ് ചർച്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ച. സാധാരണ പെണ്ണുങ്ങൾക്ക് വല്ല ചരിത്രം ഒന്ന് കരഞ്ഞ് കണ്ണീരൊക്കെ സീരിയലിന്റെ മുമ്പിൽ നിന്നിട്ടാ കരയാറുള്ളത്. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വഅദ് കേട്ടിട്ട് കരഞ്ഞു പോവാലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പിന്നെ ഇൽമ് ഭയങ്കര സംഗതിയാണ്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അഹ്. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും സുന്നത്ത് നിസ്കാരത്തെക്കാളും പുണ്യം 1 മണിക്കൂർ ചിന്തിക്കലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറും 10 മിനിറ്റും ആയി കഴിയും. 1200 നിസ്കാരത്തിന്റെ കൂലിപ്പ് കിട്ടണം. അള്ളാഹു നമുക്ക് തരട്ടെ. 1200 റക്അത്തൊക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? തറാവീഹ് തന്നെ 20 വേണ്ട, മടിയന്മാരൊക്കെ ഇപ്പൊ 8 എന്ന് പറയണത്. അതാ തെളിവിന്റെ ബലത്തിലല്ല. 8ഒക്കെ പോരാ. ഈ തറാവീഹ് കഴിഞ്ഞ 10 രൂപ തിന്നിട്ട് കഴിയോ 20ഒക്കെ? ഓ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി 1 മണിക്കൂർ കിട്ടും. അതുകൊണ്ട് ഞാൻ സമയം കളയണില്ല. അടുത്ത 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഒരു 800 റക്അത്ത് കൂടി കിട്ടണം ഇൻഷാ അല്ലാഹ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തൻഖദി അജായിബു. ഖുർആനിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല. അത്ഭുതങ്ങൾ അവസാനിക്കില്ല. അത്ഭുതങ്ങൾ അവസാനിക്കില്ല. അവലം യറൗ.
നിങ്ങൾ കാണുന്നില്ലയോ, അവരെ കാണുന്നില്ലയോ? ഇലത്വയ്ർ, പക്ഷിയെ കാണുന്നില്ലേ? ത്വാറ യത്വീറു ത്വയ്റൻ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷിയെ കാണുന്നില്ലേ? കൊല്ലത്തൊക്കെ പക്ഷികളുണ്ടല്ലോ അല്ലേ? പക്ഷെ ഏതെങ്കിലും പക്ഷിയെ കാണുമ്പോ ഈ ആയത്തൊക്കെ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? കാക്കയൊക്കെ ഇപ്പൊ ആരെ മൈൻഡ് ചെയ്യുന്നു? മനുഷ്യന്മാരെ തന്നെ കാക്കാര, അപ്പുറത്തൊക്കെ കാക്ക എന്ന് പറയും പറയാനുള്ളവരൊക്കെ. മനുഷ്യന്മാരെന്നെ മൈൻഡ് ചെയ്യാർക്കും നേരല്ല. പിന്നുണ്ട് നമ്മുടെ ക്രോ എന്ന് പറഞ്ഞ കാക്കയൊക്കെ. അവലം യറൗ ഇല ത്വയ്ർ, നിങ്ങൾ പക്ഷിയെ കാണുന്നുണ്ടോ? പക്ഷിയെ നിങ്ങൾ നോക്കുന്നില്ലയോ? ഫൗഖഹും, അവരുടെ മീതെ. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദ്ന, ചിറകുകൾ വിരിച്ചുകൊണ്ടും ചിറകുകൾ ചുരുക്കിപ്പിടിച്ചുകൊണ്ടും പറന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് മീതെ പറക്കുന്ന പക്ഷികൾ അവരെ കാണുന്നില്ലയോ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവാണ് അവയെ പിടിച്ചു നിർത്തുന്നത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഖുർആനിൽ ആവർത്തനങ്ങളില്ല. ആവർത്തനമാണോ എന്ന് തോന്നുന്നത് പോലും ആവർത്തനമല്ല. ഇതേ ആശയം അല്ലാഹു പറയുന്നത് ശരിക്ക് കണിശമായി നിങ്ങൾ ചിന്തിക്കണം. അടുത്ത ആയത്ത് ഇതാണ്. അവലം യറഉ ഇല ത്വയ്ർ, പക്ഷികളെ അവർ കാണുന്നില്ലയോ? പറക്കുന്നവയെ കാണുന്നില്ലേ? ഇല ത്വയ്ർ മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന പറവയെ അവർ കാണുന്നില്ലയോ? വ്യത്യാസമുണ്ടോ നേരത്തെ പറഞ്ഞതിൽ നിന്ന്? ആദ്യം പറഞ്ഞു അതിന് പോവാനുള്ള വഴി സംഘടിച്ചു. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദ്ൻ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, അവയെ പിടിച്ചു നിർത്തുന്നത്. ആദ്യം പറഞ്ഞത് നിങ്ങളുടെ തലയുടെ മീതെ പറക്കുന്ന പറവകളെ നിങ്ങൾ കാണുന്നില്ലയോ? ചിറക് വിടർത്തിയിട്ടും ചിറക് കൂട്ടിപ്പിടിച്ചിട്ടും പക്ഷികൾ പറക്കുന്ന രീതി. എന്നിട്ട് ആരാ അവിടെ പിടിച്ചിരുത്തുന്നു എന്ന് പറഞ്ഞത്? ആരാ? അല്ലാഹു എന്നാണോ കാരുണ്യവാൻ എന്നാണ്? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനാണ് അവയെ പിടിച്ചു നിർത്തുന്നത്. കരുണ ജീവൻ ഉള്ളതിനോടോ ഇല്ലാത്തതിനോടോ ഉണ്ടാവുക. എന്തിനോടാ കരുണ ഉണ്ടാവുക? ജീവൻ ഉള്ള വസ്തുക്കളോട്. ജീവൻ ഉള്ളതിനോടല്ലേ കരുണ കാണിക്കുള്ളൂ. കല്ലിനോട് കരുണ കാണിച്ചു എന്ന് പറയോ? ഇല്ലല്ലോ. കല്ലുകൾക്കും ജീവൻ ഉണ്ടെന്നാണ്. അതാണ് അത്ഭുതം. ഇപ്പോ കാരുണ്യവാനാണ് നിങ്ങളുടെ തലയുടെ മീതെ ചിറകുകൾ വിടർത്തിയും അത് കോൺട്രാസ്റ്റ് ചെയ്തും അത് ചുരുട്ടിപ്പിടിച്ചും പറക്കുന്ന പറവയെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവാണ് എന്ന് പറയേണ്ടിടത്ത് എന്ത് പറഞ്ഞു? കാരുണ്യവാൻ. ജീവികളാണ്, പക്ഷിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പറയുന്ന ഭാഗം അവലം യറൗ ഇല ത്വയ്ർ, പറക്കുന്നവയെ അവർ കാണുന്നില്ലയോ? 6-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ ഇറങ്ങുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഖുർആൻ 6-ാം നൂറ്റാണ്ടുകാർക്കും 21-ാം നൂറ്റാണ്ടുകാർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥമാവണം. അപ്പോഴാണ് ഖിയാമത്ത് നാൾ വരെ വേറെ ഒരു നബി ഇനി വരേണ്ട ആവശ്യമില്ല. മുത്തുനബിയുടെ ഈ ഖുർആൻ തന്നെ മതി. ഓരോ കാലഘട്ടത്തിലും ഒരു പ്രവാചകൻ ചെയ്യേണ്ട ദൗത്യം ഈ ഗ്രന്ഥം നിർവഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവണം, അവർ തലകറങ്ങിപ്പോവരുത്. അവരോട് ഇരുമ്പിൻ കഷ്ണങ്ങൾ, അലൂമിനിയം കഷ്ണങ്ങൾ പറക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഇസ്ലാമിനിട്ട് ഓടിപ്പോകും. അങ്ങനെയാണെന്ന്. അതുകൊണ്ടാ ഇന്ന് കഅബയുടെ മുമ്പിൽ ഒരു ചെറിയ ഒരു ഹാഫ് സെമി ഒരു എന്താ പറയാ ഒരു മതിലുണ്ടല്ലോ, കിണറിന്റെ മതിൽ പോലെ. ഹത്തീം ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത് അത് കഅബയാണ്. അതുകൊണ്ട് ഫർള് നിസ്കരിക്കുമ്പോ എന്ത് ചെയ്യും? പോലീസുകാർ വന്നിട്ട് അതിന്റെ പുറത്ത് നിൽക്കാൻ വേണ്ടി പറയുന്നത്. നിസ്കരിക്കുമ്പോ കഅബ നമ്മുടെ ഖിബിലയാവണം. ആ കിണറിന്റെ ഓപ്പൺ എയറിൽ നിസ്കരിച്ചാൽ കഅബന്റെ ഉള്ളിലായി പോകും, നമുക്ക് ഖിബില ഉണ്ടാവില്ല. അത് ഓപ്പൺ കഅബയാണ്.
അത് അന്ന് ഖുറൈശികൾ കഅബ ഉണ്ടാക്കുമ്പോ ഒരു തീരുമാനം വെച്ചു, ഹലാലായ പൈസയെ നമ്മൾ കഅബ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കഅബം ഇന്ന് കാണുന്ന ചുമരിലേക്ക് എത്തിയപ്പോഴാണ് ഹലാലായ പൈസയൊക്കെ തീർന്നുപോയി. പിന്നെ കൊള്ളയടിച്ചതും കള്ളച്ചോടത്തിന്റെ ഒക്കെ വേറെ ഉണ്ട്. അതൊന്നും അള്ളാന്റെ പള്ളിക്ക് വേണ്ട. ആര്? ഇസ്ലാമിന്റെ മുമ്പുള്ള ഖുറൈശികൾ. നമ്മളിന്ന് ആരുടെ കയ്യിൽ കാശുണ്ടെങ്കിലും ഒന്നും ആയിക്കോട്ടെ ഖജാൻജി, കാരണം പൈസയല്ലേ ആവശ്യം. എവിടുന്ന് കിട്ടിയതാണെങ്കിലും സാരല്ല. അള്ളാന്റെ പള്ളിയാണെങ്കിലും പ്രസ്ഥാനാണെങ്കിലും. എന്നാൽ അങ്ങനെ അതൊന്നും പറ്റൂല. ഹലാല് മാത്രമേ പറ്റുള്ളൂ. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബ. ഹലാല് മാത്രമേ പുണ്യമുള്ളതേ അള്ളാഹു സ്വീകരിക്കൂ എന്നാണ്. ആ ഒരു കഅബ അവിടെ ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ അവരിട്ടു. അത് ഓപ്പൺ ആക്കിയിട്ടു. നമുക്ക് ഹൈറായി. കഅബന്റെ അകത്തേക്ക് കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന്റെ അകത്തേക്ക് കയറിയാൽ മതി. പക്ഷെ മുത്തുനബി ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ആ ഫൗണ്ടേഷനിൽ ഖുറൈശികൾക്ക് പൈസ തികയാതെ വന്നപ്പോ, ഹലാലായ പൈസ തീർന്നു പോയപ്പോ നിർത്തിവെച്ചില്ലേ ആ അരമതിൽ, അതങ്ങ് ഞാനെന്ന് പടുത്ത് കഅബയെ ഒന്ന് പൂർത്തിയാക്കിയാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് ചെയ്താൽ നിന്റെ ആളുകൾ ഇസ്ലാമിലേക്ക് പടുത്തല്ലേ വന്നിട്ടുള്ളൂ, അവർ ഇസ്ലാമിൽ നിന്ന് ഓടിപ്പോയേക്കും. ഞങ്ങളുടെ കഅബ മാറ്റിയോ? അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ അതങ്ങനെ നിലനിൽക്കും. ആ കാലക്കാരോടെ ഇരുമ്പിൽ പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കോ? അവർക്കും തിരിയണം, നമുക്കും തിരിയണം. അതുകൊണ്ട് അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കാം. ഇതാ ഇങ്ങനെ ഒരു പദപ്രയോഗം ഒരാളെ കൊണ്ടും കഴിയില്ലെന്നാണ്. അതാണ് ഖുർആനിന്റെ അത്ഭുതം. അവർക്കും മനസ്സിലായി. അവര് വിചാരിച്ചത് പക്ഷിയെ കുറിച്ചാണ്. നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചു. നമ്മുടെ ലഭ്യമായ നമ്മുടെ മുമ്പിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ആയത്തിന് അർത്ഥം നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ ഇല ത്വയ്ർ. പറക്കുന്നവയെ അവരെ കാണുന്നില്ലയോ? പറക്കുന്നത്. ആദ്യം പറഞ്ഞു ഫൗഖഹും, അവരുടെ മീതെ, നമ്മുടെ തലയുടെ മീതൊക്കെയല്ലേ പറക്കണത് പക്ഷികള്. ഇനി പറയുന്ന ഭാഗം ഇല ത്വയ്രി. ഫൗഖഹും എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. ആകാശത്തിന്റെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കണ്ടിട്ടുണ്ടോ? ഫ്ലൈറ്റുകൾ പറക്കണമെങ്കിൽ റഡാർ സംവിധാനങ്ങൾ വേണം. കൺട്രോൾ ചെയ്യപ്പെടുന്നവയാണ്. ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ടെന്ന് കേട്ടത്. ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്ത് ആ ക്രൂയിസിൽ അങ്ങ് ഡയറക്ഷൻ വെച്ച് കുത്തി കൊടുത്ത് അവർക്ക് ഉറങ്ങേ, ബാത്റൂം പോവേ, എന്തും ചെയ്യാം. ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ലാൻഡ് ചെയ്യുന്ന സംവിധാനം വരെ ഉണ്ടെന്ന്. അതൊന്നും അറിഞ്ഞാൽ പിന്നെ നമ്മള് ഫ്ലൈറ്റ് കയറൂല ചിലപ്പോ അല്ലെ. ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. റബ്ബേ, എടാ എനിക്ക് പേടിയാ, മരിച്ചു പോകുമോ? കൂട്ടുകാരൻ പേടിക്കണ്ടോ, നിന്റെ അന്നം തീരാതെ നീ ചത്തുപോവില്ല. രണ്ടാളും നമ്മൾ പറഞ്ഞ വാക്കത, നിന്റെ അന്നം തീരാതെ നീ ചത്തുപോവില്ല എന്ന് ഉറപ്പാ, നീ പേടിക്കണ്ട, കയറിക്കോ. അതല്ലടോ, ഞാൻ കയറുന്ന നേരത്തെ ആ പൈലറ്റിന്റെ അന്നം തീർന്നു പോയാലോ? അള്ളാഹു അന്തരീക്ഷ ലോകത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയാണ്. അള്ളാഹുവിന്റെ കൺട്രോളാണത്. മുസഖറാത്തിൻ, തസ്ഖീർ. ഖുർആനിന്റെ ആയത്തുകളെ അൽ ആയത്തു തുഅവ്വിലുൽ ആയ, ഒരായത്ത് ഒരു ആയത്തിനെ വ്യാഖ്യാനിക്കുമെന്നാണ്. വാഹനം കയറുമ്പോ ചൊല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട്. ബൈക്കും കാറൊന്നും ഇല്ലാത്തവര് കുറവാണെന്ന് പറയാം. കൊല്ലത്തൊക്കെ ബൈക്ക് നല്ല ഉപയോഗിക്കുന്ന ആളുകളാ. എന്നാലും ചൊല്ലണ്ടേ ദിക്റ്. ഇന്ന് ആ ദിക്റ് ചൊല്ലിയൊരു ഒന്ന് കൈവെക്കുകയാട്ടെ. വണ്ടിയുള്ളവർ കൈവെക്കാൻ മതി. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് ചൊല്ലണം. ട്രെയിനിൽ കയറുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഒക്കെ ചൊല്ലണം. എന്താ അർത്ഥം? സുബ്ഹാന, നീ പരിശുദ്ധനാണ് അല്ലാഹുവേ, ഇരുമ്പുകൾക്ക് ചലനം നൽകിയവനാണ് നീ, ജീവജാലങ്ങളെ അനക്കുന്നവനാണ് നീ. സഖറ ലനാ ഹാദാ, ഞങ്ങൾക്കിത് കൺട്രോൾ ചെയ്തതെന്ന് അല്ലാഹുവേ. ബ്രേക്കും ക്ലച്ചും അതിന്റെ പെഡലുകൾ ചവിട്ടുമ്പോഴേക്കും സ്റ്റോപ്പ് ആവുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓടുന്നുണ്ട്. സംഗതിയാണതൊക്കെ. ഇതൊക്കെ മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ കൊണ്ട് ചിന്തിപ്പിച്ചത് അല്ലാഹുവല്ലേ. എല്ലാ കാലക്കാരും വിചാരിക്കും അവര് മോഡേൺ ആണെന്ന്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര മോഡേണാ, നമ്മുടെ മുമ്പത്തെ എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല.
അവരും വിചാരിച്ചത് അങ്ങനെയാ, ഞങ്ങൾ മോഡേൺ ആണെന്ന. അവര് വിചാരിച്ചിട്ടൊന്നുമില്ല നമ്മൾ പഴഞ്ചന്മാരാന്ന്. അല്ല, ഓരോ കാലക്കാരും അവരെ പറ്റി വിചാരിക്കുക അങ്ങനെ. നമ്മൾക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു 50 കൊല്ലം കഴിഞ്ഞ് വരുന്നവർക്ക് മനസ്സിലാവും, പാവങ്ങൾ ഒരു മൊബൈലും വാട്സപ്പും കുറിച്ച് നടന്നപ്പോ ഒരു വിചാരിച്ച് ഞങ്ങൾക്കെല്ലാം കിട്ടിയെന്ന്. എന്തൊക്കെയാ ഞങ്ങളെ കയ്യിലുള്ളത്? അവര് പറയും നമ്മളെ പറ്റി. ഒരു കാലക്കാരും ഞങ്ങൾ മോശക്കാരാന്ന് പറയാറില്ല എന്ന്. നമ്മളൊക്കെ തോന്നും നമ്മൾ മോഡേണ. അവരും വിചാരിച്ചു അവരും മോഡേണ. ആരും നാടേണില്ല, ഒക്കെ മോഡേൺ. സുബ്ഹാനല്ലദീ, നീ പരിശുദ്ധനാണ് റബ്ബേ. സഖറ ലനാ ഹാദാ, ഈ വാഹനം ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്തു തന്നവനെ അല്ലാഹുവേ, ഈ പരിശുദ്ധനാണ്. സഖറ, ഫ്ലൈറ്റിനെ പറ്റി പറയുന്ന ഭാഗമാണിത്. മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന പറവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഖറ, അതിൽ കയറുമ്പോൾ നിങ്ങൾ പറയണം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. വാഹനമായ ഒരു പക്ഷിയെ കുറിച്ചല്ലയോ ഖുർആനി പറയുന്നത്? അത് മാത്രമല്ല, ഫൗഖഹും, നിങ്ങൾക്ക് മീതെ എന്ന് പക്ഷികളെ പറ്റി പറഞ്ഞ പോലെയല്ല. മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് എയർപോർട്ടുകളിലേക്ക് കൈമാറ്റം ചെയ്ത് ആകാശത്ത് 40,000-ഉം 50,000-ഉം ഫീറ്റ് ഹൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പറവകൾ. മായുംസികുഹുന്ന, അവരെ പിടിച്ചു വെക്കുന്നത് ആരാണെന്നറിയുമോ? പക്ഷികളെ പറ്റി പറഞ്ഞു. ആര്? അർ-റഹ്മാൻ, കാരുണ്യവാൻ, ജീവനുള്ളവയാ പക്ഷികൾ. ഇനി ഇവിടെ എന്താ പറയുന്നറിയോ? മായുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല അവരെ കീഴടക്കുന്നത്, അവരെ കൺട്രോൾ ചെയ്യുന്നത് അല്ലാഹുവാണ്. ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ഉൾക്കൊള്ളിക്കുമ്പോഴാ അല്ലാഹു എന്ന പ്രയോഗം. കാരണം ഒരു പൈലറ്റ് പോലും ഇല്ലാതെ ഓടുന്ന വാർ പ്ലെയിനുകളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്. വിമാനങ്ങളിൽ ചരക്കുകളുണ്ട്. വിമാനം എന്ന് പറയുന്നതിന്റെ ബോഡിക്കകത്ത് ആളുകളുടെ ലഗേജുകളുണ്ട്, ബാഗേജുകളുണ്ട്, പാസഞ്ചേഴ്സ് ഉണ്ട്. ജീവനുള്ളതും ഇല്ലാത്തതും വരുന്ന വേഗത്ത് അള്ളാഹുവിന്റെ പ്രയോഗം കാരുണ്യവാൻ എന്നല്ല, ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് കേട്ടോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് കള്ളും വാങ്ങിച്ചു കുടിക്കുക, കൂസായിട്ട് ഇരിക്കണതേ. ആകാശ ലോകത്തുകൂടെയുള്ള യാത്രയല്ലേ അത്? കാരുണ്യവാന്റെ കരുണയില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു വെച്ച വായുവില്ലെങ്കിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയോ? എയർ പോക്കറ്റുകളിൽ വീഴുമ്പോൾ ടർബുലൻസ് ഉണ്ട് എന്ന് ഫ്ലൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോ ഓർക്കാറുണ്ടോ? ഈ കാറ്റുകളുടെ ഗ്യാപ്പുകളും പോക്കറ്റുകളും അള്ളാഹു നിരന്തരം അങ്ങ് വെച്ചു കൊടുത്താൽ ഫ്ലൈറ്റ് താഴെ വീണു. അള്ളാഹുവിന്റെ അന്തരീക്ഷമില്ലെങ്കിൽ പറക്കാൻ കഴിയില്ല. ഇത് അള്ളാഹു ചെയ്യുന്ന പണിയല്ലേ? നിങ്ങൾ റബ്ബിനെ ഓർക്കുന്നുണ്ടോ എന്ന് 21-ാം നൂറ്റാണ്ടുകാരന് 2 ആയത്തുകളിൽ, ഒന്നിൽ പക്ഷിയെ പറ്റിയും മറ്റേതിൽ പക്ഷിയേതര പറവകളെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ. ഇത് 6-ാം നൂറ്റാണ്ടുകാർ ഫ്ലൈറ്റുകൾ എന്നല്ല ചർച്ച ചെയ്തത്. ലിയോനാർഡോ ഡാവിഞ്ചി, അദ്ദേഹം പറക്കാനുള്ള, he was fascinated to fly, പറക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയ ആളാണ് ലിയോനാർഡോ ഡാവിഞ്ചി. അവര് വരച്ചൊരു ചിത്രം ഉണ്ടല്ലോ, ആരെയാ വരച്ചത്? മൊണാലിസയെ പടച്ചതല്ല, വരച്ചു അല്ലേ? പറഞ്ഞത് ചില്ലറ ഉസ്താദന്മാരല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, മനസ്സിലായി. മൊണാലിസയെ ചിത്രം വരച്ച് അതുപോലെയുള്ള കൗതുകങ്ങളുള്ള ഒരുപാട് ചിത്രങ്ങൾ വരച്ചുകൂട്ടിയ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ റൂമിൽ പറക്കാൻ കഴിയുള്ള ഒരു ചെറിയ മെഷീനും സംവിധാനിച്ചിരുന്നു. അതെടുത്തിട്ട് ആ സ്വന്തം ശിഷ്യനും ഒരു കുരുത്തം കെട്ട ഒരു ചെറുപ്പക്കാരനും എടുത്തിട്ട് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ഗുരുനാഥനായ ലിയോനാർഡോ ഡാവിഞ്ചിയോട് പറയാതെ അവരൊരു പറക്കൽ ശ്രമം നടത്തിയത്. അതിന്റെ മുമ്പ് അബ്ബാസ് ഇബ്നു ഫർനാസ് എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതൻ മലയുടെ മുകളിലേക്ക് തൂവല് കൊണ്ട് വലിയ ചിറകുകൾ ഉണ്ടായി. He was fascinated to fly, പറക്കാൻ അഭിവാഞ്ച കൊണ്ടിട്ട് അദ്ദേഹം ഒന്ന് പറന്നു നോക്കിയിട്ടുണ്ട്, താഴെ വീണു. ഇതൊക്കെ പിൽക്കാലത്ത് നടന്നതാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലത്ത് അവരോട് ഇത് പറയാനൊക്കുമോ?
നിങ്ങൾക്കറിയുന്നതിലും അറിയാത്തതിലും ഇണകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. വാക്യം എന്താ? ഓതിക്കോളൂ. മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഓതുമ്പോ പഴക്കണവരുണ്ട്. യാസീൻ സൂപ്പർ ഫാസ്റ്റിലെ പോവലെ, അത് സ്ലോ പോയ പ്രശ്നമാണ്, ആകെ പഴക്കണം. അങ്ങനെ ഓതരുതേ. വിശുദ്ധ ഖുർആനിന്റെ ഖൽബ്, ഹാർട്ടാണ് യാസീൻ എന്ന്. എല്ലാം ഉറച്ചിലിൽ ഖുർആനെ തർത്തീല. ഉസ്താദ്മാർക്ക് ഇപ്പൊ തിരക്കുണ്ടായിരുന്നു വരും, എന്നാലും ബാക്കിയുള്ളവർ മെല്ലെ ഓതിയാൽ മതി. ഉസ്താദ്മാർ വലിയ തിരുത്താൻ മതിയല്ലോ, അവരായിട്ട് തിരുത്തന്നെ വേണ്ടേ? മെല്ലെ സാവധാനത്തിലെ ഓതാൻ. സുബ്ഹാനല്ലദീ, അല്ലാഹുവേ നീ പരിശുദ്ധനാണല്ലാ. എവിടെയെല്ലാം സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ അവിടെ അല്ലാഹു അത്ഭുതങ്ങൾ പറഞ്ഞ ഭാഗമാണെന്നാണ്. അങ്ങനെ ഒരു സുബ്ഹാന പറഞ്ഞത് ഇസ്റാഉം മിഅ്റാജും നടന്നിടത്താണ്. സൂറത്ത് യാസീനിലേക്ക് വരാം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. എല്ലാറ്റിലും ഇണകളെ പടച്ച തമ്പുരാനെ നീ വല്ലാത്തവൻ തന്നെ, ഭയങ്കരനാണ് റബ്ബേ. സുബ്ഹാന. നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ അതല്ലേ പറയണത്, സുബ്ഹാന റബ്ബിയൽ അലാ. നീ വലിയവനാണ് അല്ലാഹുവേ. അതിനർത്ഥം എന്താ? ഞാൻ വളരെ ചെറിയവനാണ്. ഇതറിയാതെ കുറെ സുജൂദിട്ട് എന്താ കാര്യം? ഞാൻ ചെറിയവനാണെന്ന് ബോധിക്കലാണ് സുജൂദിന്റെ അർത്ഥം. തലങ്ങ് മണ്ണിൽ വെക്കല്ലേ. തല എടുത്ത് നടക്കുന്ന മനുഷ്യൻ, ഇങ്ങനെ തല ഉയർത്തി നടത്തുന്ന ഒരു ജീവിയും ലോകത്തില്ലാണ്. കുറച്ചേരൊക്കെ നടക്കാൻ പറ്റുന്നവരുണ്ട്, നമ്മുടെ പോളാർ ബെയറുകളൊക്കെ അല്ലെ, കരടികളൊക്കെ കുറച്ചേരെ നടക്കുള്ളൂ, അവരെ കൊണ്ടാവില്ല. മനുഷ്യൻ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, തല നിവർത്തി വെച്ചിട്ട്. ആ തല മണ്ണിലേക്ക് വെച്ച് പറയാൻ പറഞ്ഞു റബ്ബ്, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. അല്ലാഹുവേ നീ എല്ലാറ്റിലും ഉന്നതനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ എന്ന് പറയാൻ പറഞ്ഞു. എന്തിന്? ഞാനൊന്നുമല്ല നിന്റെ സൃഷ്ടിക്കുമ്പോ. ഞാൻ എന്താ? ഒരു മിനിറ്റ് ശ്വാസം പിടിച്ചേക്കാൻ നമുക്ക് കൊണ്ട് കഴിയും? മൂക്കൊന്ന് പിടിച്ചു നോക്കി, മൂക്കും വായും ഒരുമിച്ച് ഒരു മിനിറ്റ് നേരം പറ്റുമോ? എന്ന് പറയുന്നത് നമ്മള് പിടുത്തം കിട്ടാതെ ഒരു മിനിറ്റ് പിടിച്ചു നോക്കല്ല നമ്മള്. ഇല്ലാത്തോണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ അത്രക്കുള്ളൂ നമ്മൾ. അത് നമുക്ക് പലപ്പോഴും തിരിയില്ല. അത് ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ പോയി കിടക്കുമ്പോഴാണ് ഓർമ്മ വരിക. ഓ, ഇങ്ങനെ ഓശാരമായി ഞാൻ ശ്വസിച്ചതൊക്കെ ഒരുപാട് പൈസ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കെട്ടിവെച്ച് കൊടുക്കുവാൻ വേണ്ടിയിരുന്ന അത്രയും വലിയൊരു സംവിധാനം എനിക്ക് അല്ലാഹു വെറുതെ തന്നിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. യാ അല്ലാഹ്, സുബ്ഹാനല്ലദീ നീ പരിശുദ്ധനാണ് റബ്ബേ. ഖലഖൽ അസ്വാജ കുല്ലഹാ. എല്ലാറ്റിലും ഇണകളെ പടച്ച റബ്ബേ നീ പരിശുദ്ധനാണ്. എല്ലാം പേരാണ്, എല്ലാം ഇണകളാണ്. മിമ്മാ തുംബിതുൽ അർളു. സസ്യങ്ങൾ, ഭൂമി മുളപ്പിക്കുന്ന ചെടികളിലും സസ്യലതാദികളിലും ആണും പെണ്ണുമുണ്ട്. ഇപ്പൊ ബോട്ടണി പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, മുമ്പ് ഇത് അറിയില്ലായിരുന്നു. മുമ്പേ ബിസ്മില്ലാ നിങ്ങൾ കൊടുക്കൂലേ എല്ലാരും? എന്തറിഞ്ഞ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ, നമ്മുടെ ഈ പ്രവർത്തകര് യുവാക്കളുടെ ഒരു സംഘമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിരാശപ്പെടരുത്, അവർക്ക് നിരാശ വരരുത്. കണ്ടറിഞ്ഞ് നന്നായിട്ട് കൊടുക്കണം. എന്റെ ഒരു അല്ലാഹു സ്വീകരിക്കട്ടെ. ഇണകളെ പടച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർളു. സസ്യലതാദികളിലും ചെടികളിലും ഇണകളുണ്ട്. വമിൻ അൻഫുസിഹിം. അവരിൽ തന്നെയും ഇണകളുണ്ട്. മനുഷ്യരിലും ഇണകളുണ്ട്, ആണും പെണ്ണുമുണ്ട്. അതുകൊണ്ട് പെണ്ണ് ആണാവാനും നടക്കരുത്, ആണ് പെണ്ണാവാനും പോകരുത്. രണ്ടായിട്ട് അന്ന് പഠിച്ചത്.
മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം, ചെടികളിലും മനുഷ്യരിലും ഇണകളുണ്ട്, ജീവജാലങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒരു വാക്ക് പറഞ്ഞു, വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട് കേട്ടോ, നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല മനുഷ്യൻ. ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഈ പ്രപഞ്ചമുണ്ടാക്കാൻ അല്ലാഹു സംവിധാനിച്ച മൂലകങ്ങളെന്നോ എലമെന്റുകളെന്നോ പറയുന്ന സാധനം, ഇരുമ്പും കോപ്പറും അതുപോലെ തന്നെ സിങ്ക്, ഇതൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഭാഗമാണല്ലോ. ഓക്സിജനും ഹൈഡ്രജനും ക്ലോറിനും ഫോസ്ഫറസും ഒക്കെ ഉള്ള കൂട്ടത്തിൽ എല്ലാം പടച്ചത് മൂലകങ്ങളിൽ നിന്ന്. എല്ലാ മൂലകത്തിന്റെയും അടിസ്ഥാന ധാതു എന്ന് പറയുന്ന ആറ്റം എന്ന് പറയുന്ന സാധനം, ദർറ എന്ന അറബിയിൽ പറയുന്ന ആ ഒരു ദർറത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. ന്യൂക്ലിയസ് ഉണ്ട് അവിടെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട്, ന്യൂട്രോണുകളുണ്ട്. അതിന്റെ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി അവകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കറങ്ങുന്നത്, ഇങ്ങനെയാ, ഇടത്തു നിന്ന് വലത്തോട്ട്. കഅബ നമ്മൾ ചുറ്റുന്ന പോലെയാ. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും കറങ്ങുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അതിൽ ന്യൂട്രോൺ ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്തതാണ്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്, പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും എന്ന് കറണ്ട് പണി ചെയ്യുന്ന ആളുകൾ, വയറിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമല്ലോ. നെഗറ്റീവും പോസിറ്റീവും ഓരോ മൂലകത്തിന്റെയും അടിസ്ഥാനമായ ആറ്റത്തിന്റെ ഉള്ളിൽ എല്ലാറ്റിലും രണ്ട് വിരുദ്ധ ചാർജുകളുണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇത് ഇന്ന് മനസ്സിലായതാണ്. പ്രപഞ്ചമുണ്ടായത് ആറ്റങ്ങളെ കൊണ്ടാണെങ്കിൽ, എല്ലാറ്റിലും ഇണകൾ അല്ലാഹു പടച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോണും പ്രോട്ടോണും എന്ന നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകൾ ഉണ്ടെന്ന് 6-ാം നൂറ്റാണ്ടിൽ അറബികളോട് അല്ലാഹുവിന് പറയാനൊക്കുമോ? അത് അല്ലാഹു തആല അവർക്ക് വ്യംഗ്യമായും നമുക്ക് വ്യക്തമായും മനസ്സിലാകത്തക്ക വിധത്തിൽ നിങ്ങൾ അറിയാത്ത പലതിലും ഞാൻ ഇണകളെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അത്ഭുതം അത് മാത്രമല്ല, നിങ്ങൾ അറിയാത്തത്, ഇത് നമ്മളിപ്പോ അറിഞ്ഞതാണ്, ഇനിയും നമ്മൾ അറിയാത്തത് വേറെയുണ്ട്, കണ്ടുപിടിക്കാൻ വേറെയുണ്ട്, ഇനിയും കണ്ടെത്തപ്പെടാൻ പോകുന്നുണ്ട്. അവകളിലും ഇണകളുണ്ട് എന്ന ആശയം സുബ്ഹാന എന്ന അത്ഭുതം പറയുന്ന ഈ ആയത്തിന്റെ വിവക്ഷയിലുണ്ട്. അതാണ് ഖുർആൻ. 21-ാം നൂറ്റാണ്ടുകാരന് മനസ്സിലാവും, 6-ാം നൂറ്റാണ്ടുകാർക്കും മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്രാ മിഅ്റാജിലേക്ക് വരാം. അവിടെയും ഒരു സുബ്ഹാന പറഞ്ഞു, അത്ഭുതങ്ങൾ പറഞ്ഞ ഭാഗമാണത്. കുഴപ്പമില്ലല്ലോ, ബോറടിക്കണ്ട, നിർത്താതപ്പോ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചിരിക്കണ്ട. ബോറടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൈവയ്ക്കാൻ ഇല്ലല്ലോ. ബിസ്മില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധനാണ് റബ്ബേ നീ, സുബ്ഹാന. അത് പറഞ്ഞാൽ ഇതൊരു മഹാത്ഭുതമാ പറയാൻ പോകുന്നത്. അസ്റാ ബിഅബ്ദിഹി, അവിടുത്തെ ദാസനായ മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിനൽ മസ്ജിദിൽ ഹറാം, അമ്മായിയായ ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സാ, ഏറ്റവും ദൂരമുള്ള പള്ളിയിലേക്ക്. അതെവിടെയാണ്? ഫലസ്തീനിലാണ്. അൽ അഖ്സ എന്ന് പറഞ്ഞാൽ സൂപ്പർലറ്റീവോ കമ്പാരിറ്റീവോ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ്, ഏറ്റവും ദൂരമുള്ളത്. കുറച്ചു ദൂരമുള്ള ഒരു പള്ളി അതിന്റെ ഇടയിൽ വരുമെന്നാണ്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി, മുത്തുനബിയുടെ പള്ളിയാണ് മസ്ജിദുൻ നബവി. മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള വഴി മദീനയുടെ മുകളിലൂടെയാണ്. ഏറ്റവും ദൂരമുള്ള പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പൊ കുറച്ചു ദൂരമുള്ള ഒരു പള്ളി ഇടക്ക് വരുന്നുണ്ട് എന്ന് ആ ആയത്തിന്റെ ഉള്ളിൽ സൂചനയുണ്ടത്രേ.
അതായിരുന്നു ഹബീബായ തങ്ങൾ ഹിജ്റ വന്നതിന്റെ ശേഷം മസ്ജിദുൽ ഖുബാഇന്റെ നിർമ്മാണത്തിന് ശേഷം ഉണ്ടാക്കിയ അൽ മസ്ജിദുൻ നബവി. അപ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി നബിയെ. രാത്രിയുടെ ഒരൽപ്പ സമയം കൊണ്ട്. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും അല്ലാഹുവിന് കഴിയും. അങ്ങനെയാണ്. നമുക്ക് ചിലത് മനസ്സിലാവില്ല എന്ന് മാത്രം. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി. അവിടെ നിന്നങ്ങോട്ട് ഖുബ്ബത്തു സുഖറയിൽ നിന്ന് ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സായുടെ തിരുമുറ്റത്ത് കിടക്കുന്ന പാറക്കെട്ടുണ്ട്. അവിടെയാണ് ഹബീബായ തങ്ങളുടെ ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിവെച്ചത്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന പ്രഗൽഭമായ ഹദീസുകളാണല്ലോ. അവിടെ നിന്നാണ് 7 ആകാശങ്ങളിലേക്കുള്ള മിഅ്റാജ് നടന്നത്. അറജ, ആകാശത്തേക്ക് കടന്നു പോകുമ്പോൾ അറജ എന്നാണ് പ്രയോഗം. സ്വൈദ എന്ന് പറഞ്ഞാലും മേലോട്ട് പോവുക, അറജ എന്ന് പറഞ്ഞാലും മേലോട്ട് പോവലാണ്. അല്ലാഹു മിഅ്റാജ് എന്ന് പഠിപ്പിക്കുന്നത് തഅറുജുൽ മലായിക എന്ന് പറയുന്നത് ആകാശ ലോകത്തെ യാത്രകൾക്ക് അറജ എന്ന് പറയും. അറജയും സ്വൈദയും വ്യത്യാസമുണ്ട്. സ്വൈദ നേരെ കുത്തനെ കയറുമ്പോഴാ, വെർട്ടിക്കലായി കയറുമ്പോഴാണ് നമ്മൾ ഇതിന് വെർട്ടിക്കൽ എന്നല്ല പറയാ, ഇത് ഹൊറിസോണ്ടൽ. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഇംഗ്ലീഷ് എന്നോട് പറഞ്ഞേരി അല്ലേ? ഇത് വെർട്ടിക്കൽ അല്ലേ? വെർട്ടിക്കലായുള്ള ഈ പോക്ക് കുത്തനെ നേരെ ഡയറക്റ്റ് ഒരു പോയിന്റ് നേരെ കടന്നു പോകുന്ന വളവ് തിരിവില്ലാതെ നേരെ കടന്നു പോകുമ്പോഴാണ് അറബിയിൽ സ്വൈദ എന്ന് പറയാം. എന്നാൽ അറബിയിൽ തന്നെ അറജ എന്ന് പറഞ്ഞാൽ മേലോട്ട് പോകുന്നു, എന്നാൽ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത്, സിഗ്സാഗ് ആയിട്ട് പോകുമ്പോഴാണ് അറജ എന്ന് പറയുന്നത്. ഇന്ന് നാസയെ പോലെയുള്ള ബഹിരാകാശ യാത്രകൾ നടത്തുന്ന സംഘടനകൾ അവര് പറഞ്ഞു, ആകാശ ലോകത്തേക്ക് ഭൂമിയുടെ മണ്ഡലം കഴിഞ്ഞ് പുറത്തു പോകുമ്പോ ഒരു സ്പേസ് ഷട്ടിലിനും കുത്തനെ കയറാൻ കഴിയില്ല. തുരുതുരാ ഗോളങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഇവരുടെ ഗ്രാവിറ്റേഷൻ പുഷ് ആൻഡ് പുൾ, ആകർഷണ തള്ളും വലിയുമുണ്ട്. ഇതിന്റെ ഇടയിലൂടെ കടന്നു പോകണം. ചൊവ്വയിലേക്ക് പോകണമെങ്കിൽ, ഉദാഹരണം, മേലോട്ട് പോണെങ്കിൽ, അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സാധനത്തിനും സ്വൈദ എന്ന പ്രയോഗം പോലെ നേരെ ആകാശ ലോകത്ത് കയറാൻ കഴിയില്ല. വളഞ്ഞു പൊളഞ്ഞ് ഏത് സ്പേസ് ക്രാഫ്റ്റിനും കടന്നു പോകാൻ കഴിയൂ. അതുകൊണ്ട് ആകാശ ലോകത്ത് യാത്ര പറയുമ്പോൾ അല്ലാഹു അറജ എന്നാണ് പ്രയോഗിക്കുന്നത്. ഇതൊന്നും പരിഭാഷയിൽ മനസ്സിലാവില്ല, അതാണ് അത്ഭുതം. സ്വൈദ എന്ന് പറഞ്ഞാലും മേലേക്ക് കയറി എന്നാ പറയാ, അറജ എന്ന് പറഞ്ഞാലും പരിഭാഷയിൽ അങ്ങനെ പറയൂ. പക്ഷെ അറബിയിൽ അതിന്റെ അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറബി പഠിച്ചാലേ ഖുർആൻ അറിയുള്ളൂ എന്ന് പറയാൻ കാരണം. മിഅ്റാജ് നടന്നു ഹബീബിന്. 7 ആകാശങ്ങളിലേക്ക് പോയി. 1-ാം ആകാശം എവിടെയാണെന്ന് ഈ ആധുനിക ലോകത്തെ സയന്റിസ്റ്റുകൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. അവര് ആകാശം എന്ന സംഗതി ഇല്ല എന്നാ പറയാ. എങ്ങനെ പറയും? വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. നാമാണ് നമ്മുടെ കഴിവുപയോഗിച്ചുകൊണ്ട് ആകാശ ലോകങ്ങളെ പടച്ചത്. നാം അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, we are expanding it. ഒരു നക്ഷത്രം അടുത്തതിൽ നിന്നും ഓടുകയാണ്. എങ്ങോട്ടായി അകന്നു പോകുന്ന അച്ചുണ്ടോ? ഒരു ചുമരിൽ പോയി മുട്ടുവോ? ഇല്ല. അതുകൊണ്ട് അറ്റം കാണുന്നില്ല. പക്ഷേ അല്ലാഹു പറഞ്ഞു, എല്ലാ നക്ഷത്രങ്ങളും കിടക്കുന്നത് 1-ാം ആകാശത്തിന്റെ താഴെയാണ്. ഭൂമി എന്നത് പ്രപഞ്ചത്തിനൊരു കേന്ദ്രം വേണം. ആ കേന്ദ്രം എന്താണെന്ന് പോലും ലോകത്ത് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം നമുക്കൊരു താരസമൂഹമുണ്ട്, വേറെയും താരസമൂഹങ്ങളുണ്ട്, വേറെയും താരസമൂഹങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് താരസമൂഹത്തിലെ ഏത് ഗോളമാണ് കേന്ദ്രമായി വരേണ്ടത്, പ്രപഞ്ചത്തിന് കേന്ദ്രമാവേണ്ടത് ആർക്കും അറിയില്ല. പക്ഷേ ഖുർആൻ ഒന്ന് മുന്നിട്ട് പറഞ്ഞു, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, പ്രപഞ്ചത്തിനൊരു കേന്ദ്രം ഉണ്ടാവുകയാണെങ്കിൽ ആ കേന്ദ്രം ഭൂമിയാവണം. ഇത് നമ്മൾ സയൻസ് അറിയുന്നവരോട് പറഞ്ഞ വിവരമില്ലാത്ത ഓരോ ഉസ്താദന്മാരിങ്ങനെ വെറുതെ വിളിച്ചു പറയും. എന്ത് പ്രപഞ്ചത്തിന് കേന്ദ്രം ഭൂമി? ഭൂമി എന്താണെന്നറിയോ? എവിടെയാ നമ്മൾ കിടക്കുന്നതെന്നറിയോ? ഭൂമിയുടെ വലിപ്പം എന്താണെന്നറിയോ? അതൊക്കെ അറിയാം. പക്ഷേ തിരുവിധങ്ങൾ പറഞ്ഞു, 7 ആകാശങ്ങൾക്കപ്പുറത്ത് ബൈത്തുൽ മഅമൂർ ഉണ്ടെന്ന് നാവുകൊണ്ട് നുണ പറയാത്ത മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മഅമൂർ എന്ന ഒരു വീട് കഅബാലയത്തിന്റെ നേരെ മുകളിലുണ്ട് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശങ്ങൾക്കപ്പുറത്ത് ആ ബൈത്തുൽ മഅമൂർ എങ്ങാനും
താഴേക്ക് വീഴുകയാണെങ്കിൽ അത് കഅബന്റെ മീതെയായിരിക്കും ഭവിക്കുക എന്ന് പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്രബിന്ദു അർള് ഭൂമിയാവണം. ഇവിടെയല്ലേ അള്ളാഹു ജീവജാലങ്ങളെ സംവിധാനിച്ചത്? ഇവിടെയല്ലേ നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് അള്ളാഹു തന്നത്? ഇവിടെയല്ലയോ അവന്റെ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത്? ഇവിടെയല്ലേ അവന്റെ അമ്പിയാക്കന്മാർ വന്നത്? വേറെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ? ഇല്ലേ, നമുക്കറിയില്ല. പ്രപഞ്ചങ്ങളിൽ വേറെയും ഗ്രഹങ്ങളിൽ ജീവനുള്ളവയുണ്ട് എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. പക്ഷേ മനുഷ്യരാണോ? നമുക്കറിയില്ല. കുട്ടികളൊക്കെ ഇപ്പൊ പറയും ഏലിയൻസ്. നമ്മളെ ഇവിടുത്തെ സ്കൂളിലൊക്കെ ഉണ്ടോ? നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ പറയാറുണ്ട് ഏലിയൻസ്. ഇവിടെ ഉണ്ടോ മോനെ? ഏലിയൻസ് എന്ന് പറയാറുണ്ട് കുട്ടികൾ. ജിന്നുകളെ പറ്റിയ ഏലിയൻസ്, ജിന്നുകൾ, ഭൂതവർഗം, അവരെ പറ്റിയ ഏലിയൻസ് അല്ലെങ്കിൽ ഇലൂമിനാച്ചി എന്നൊക്കെ പറയും. ഭൂതങ്ങളായിട്ടും അല്ലാതെയും പ്രപഞ്ചത്തിൽ ജീവനുള്ളവർ ഒരുപാടുണ്ട്. എന്നാൽ ആദം നബിയുടെ മക്കളായി വന്നവർ, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മുത്ത് നബിയെ പറഞ്ഞേക്കപ്പെട്ടത് ഇതെല്ലാം ഈ ഭൂമിയിലാണ്, അർദിലാണ്. ഈ ഭൂമിയാണ് കേന്ദ്രം എന്ന് ഖുർആൻ പറഞ്ഞു. സയൻസ് പറഞ്ഞിട്ടില്ല. അവരിനി വഴിയെ വരും. ചിലപ്പോൾ ഒരു നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞത് വരും ഇത് മനസ്സിലാക്കാൻ. കുറച്ച് ഇനിയും കിട്ടണം. അടുത്ത നൂറ്റാണ്ടുകാർ വരുമ്പോൾ അവർക്ക് മനസ്സിലാവണം. കാരണം എല്ലാവർക്കും ഇപ്പൊ പറയാൻ കഴിയില്ല. അതിലേക്കൊരു സൂചനയുണ്ട്. ചിലപ്പോ നമ്മൾ പറയില്ലേ, ഈ ഉസ്താദന്മാര് ഖുർആനും സയൻസും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേദം പറയും. ഏതോ വല്ല അമേരിക്കൻ സയന്റിസ്റ്റുകളോ ബ്രിട്ടീഷുകാരോ ജർമ്മനാരോ ഫ്രാൻസുകാരോ കണ്ടെത്തിയത് പോലെ പറയാം അത് ഖുർആനിലുണ്ട്, അതും ഖുർആനിലുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് താഴെ പറഞ്ഞ പോരായിരുന്നു എന്ന് ചോദിക്കും അല്ലെ? ഇത് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം പറയണ്ടേ? അങ്ങനെ ചിന്തിച്ചവരൊന്ന് കൈപൊക്കിയാട്ടെ. ചിന്തിക്കുന്നവരൊക്കെ കൊല്ലത്തുണ്ടോന്ന് അറിയുന്നല്ലോ. 2 ആള് ചിന്തിച്ചിട്ടുണ്ട്, 3 ആള്, 4 ആള് അല്ലെ? ചിന്തിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. ചിന്തിക്കുമെന്ന് മാത്രം സ്നേഹിക്കുന്നവരുണ്ട്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഒരു പൊരുൾ എന്താണെന്നറിയോ? അതങ്ങനെ വരുള്ളൂ. കാരണം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് ഈ സയൻസ് പഠിച്ചിട്ടല്ല. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് നിഗൂഢതകൾ മറനീക്കിയിട്ടല്ല. നമ്മൾ അറിഞ്ഞത് മുത്തുനബി എന്ന സത്യസന്ധർ ഈ ലോകത്ത് വന്ന് നമ്മൾ പഠിപ്പിച്ചപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് തെളിവ് വേണ്ട അള്ളാഹുവിനെ അറിയാൻ. അള്ളാഹ് പറഞ്ഞു, തെളിവ് ഞാൻ ആർക്ക് കാണിച്ചു കൊടുക്കുക? അവിശ്വാസികൾക്ക്. സയന്റിസ്റ്റുകളായ ആളുകൾ ബഹുഭൂരിപക്ഷം അവിശ്വാസികളാണ്. അവരിൽ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുമ്പോ അവർക്ക് ബോധ്യപ്പെടും ഇത് ഖുർആനിലുണ്ടല്ലോ എന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. സനുരീഹിം, അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും, ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖ്, ചക്രവാള സീമകളിൽ അവിശ്വാസികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. അല്ലാഹ് പറയുന്നു, ഹത്താ യതബയ്യന ലഹും, അവർക്ക് ബോധ്യപ്പെടുന്നവരെ, അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ സത്യമാണെന്ന് എന്നിട്ട് ഞാൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിനർത്ഥം ആദ്യം അവർ കണ്ടുപിടിക്കും അത് ഖുർആനിലുണ്ട് എന്ന് കാണുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ബഹുമാനം അവർക്ക് വരും. മോർസ് ബുക്കായി അങ്ങനെയാ മുസ്ലിമായത്. അങ്ങനെ സംഭവിക്കുള്ളൂ. കണ്ടുപിടിക്കാനുള്ള ഒരുപാട് വേറെ ഉണ്ട്. വഇദൽ ബിഹാറു സുജ്ജിറത്, കടലുകളിലെ വെള്ളം കത്തുമെന്ന് ഖുർആൻ പറഞ്ഞു. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകുമെന്ന് പറഞ്ഞു. വഇദൽ കവാകിബു തസറത്, ഗ്രാവിറ്റി നഷ്ടപ്പെട്ടിട്ട് നക്ഷത്രങ്ങളും ഗോളങ്ങളും താഴെ വീഴുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇനി കണ്ടുപിടിക്കുക. ആകാശത്തെ കുറിച്ച് പറഞ്ഞു, സബ്അ സമാവാത്, 7 ആകാശങ്ങൾ. 7 ആകാശങ്ങൾ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് 7 തവണയാണ്. അതാണ് അത്ഭുതം. ഷഹർ, മാസങ്ങൾ എന്ന് പറയുന്ന വാക്ക് അല്ലാഹു, മാസം എന്ന ഷഹർ എന്ന വാക്ക് അല്ലാഹു ഖുർആനിൽ 6666 എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ? ഒക്കെ ശരിയല്ല എന്ന് പറയാറുണ്ട് ആലിമീങ്ങൾ. 326 എന്നാണ് അതിന്റെ ശരിയായ കണക്കെന്ന് എനിക്ക് തോന്നുന്നു. 6666 നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതിന്റെ കൃത്യമായ വഖഫുകളും അതിന്റെ ആയത്തുകളുടെ കൃത്യമായ എണ്ണവും നോക്കിയാൽ 4-6 അല്ല, ശരി അതല്ല. 6326 6236 രണ്ടാരുടെ അക്കമാണ്. 6326 എന്ന് എനിക്ക് തോന്നുന്നു. ഈ ആയത്തുകളിൽ ഒന്നാകെ ഷഹർ എന്ന പ്രയോഗം അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് മാസം എന്ന് പറഞ്ഞത് 12 തവണയാണ്. 12 തവണ ഏതോ കോണ്ടക്സ്റ്റിലാണ് അള്ളാഹു പറഞ്ഞത്.
യൗം ദിവസങ്ങൾ എന്ന് പറയുന്ന ദിവസം എന്ന് പറയുന്ന വാക്ക് അല്ലാഹു ഖുർആനിൽ 365 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുത്തനബി എന്ന ഒരു മനുഷ്യനാണ് ഖുർആൻ എഴുതി ഉണ്ടാക്കിയതെങ്കിൽ കഴിയുമോ? ഒരുപാട് ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ദിവസം എന്ന പ്രയോഗം വന്നു. ഖുർആനിലെ മൊത്തം യൗം എന്ന ദിവസം എന്ന പ്രയോഗം എടുത്ത് നോക്കിയാൽ 365 തവണ. ചില ദിവസമല്ലേ പറയുന്നത്? ഖുർആൻ മഹാത്ഭുതമാണ്. നമുക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് വലിയ സങ്കടം. നമ്മൾ മനസ്സിലാക്കുക, ഇത് മനസ്സിലായവരുണ്ടെങ്കിലും ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കുക. ഞാൻ സമാധാനിക്കാതെ എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളൂ, തിരിഞ്ഞവരുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ ഈ വെളിച്ചം കണ്ടിട്ടാ ദീനിലേക്ക് വന്നത്. നമ്മൾ ആരും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടല്ല എന്ന് ഇസ്ലാം വളരുന്നത്. അള്ളാഹുവിന്റെ കലാമിന്റെ ആ ഒരു ഘനം കൊണ്ട ദീൻ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഒന്നാകെ ഇനി നമുക്ക് പള്ളിയും വേണ്ട, മദ്രസയും വേണ്ട, നിസ്കാരം വേണ്ട എന്നിവിടെ തീരുമാനിച്ചാലും ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളല്ല ഇസ്ലാമിനെ നിലനിർത്തുന്നത്, അത് അല്ലാഹുവാണ്. നമ്മൾ ആരും ഒരുങ്ങിയില്ലെങ്കിലും ഈ ദീൻ ഇവിടെ നിലനിൽക്കുന്നു. മുത്തുനബി തങ്ങൾ 7 ആകാശങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് ഭൂമി എന്ന കേന്ദ്രത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം എത്രയാണോ അത്രയാണ് ഒന്നിൽ നിന്ന് 2ലേക്കുള്ള ദൂരം, 2ലേക്കുള്ള ദൂരം. ഇനി ഒരു അരമണിക്കൂർ എടുക്കുന്ന ഒരു ചർച്ചയിലേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ കൂടെ നിൽക്കണേ ഇൻഷാ അല്ലാഹ്, ഉറങ്ങിപ്പോരുത്. സ്വലാത്തുൽ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കണോ? കുറച്ച് സയൻസും അതൊക്കെ വരും ഇതിന്റെ ഇടയിലൂടെ. ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയിരിക്കല്ലേ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പെണ്ണുങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീകൾ എഴുന്നേറ്റോളി. കയ്യും കാലൊക്കെ ഒന്ന് ചോരൊക്കെ ഒന്ന് ഓടാനേ, കാലിന്റെ തരിപ്പൊക്കെ ഒന്ന് മാറാൻ നല്ലതാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യും കാലൊക്കെ ഒന്ന് കുറഞ്ഞു നോക്കി. കണ്ണിലൊന്നും ഉത്തരവേ കാലൊക്കെ ഒന്ന് കുറഞ്ഞ് നിങ്ങളെ കൊണ്ട് 4 പുഷപ്പ് ഒക്കെ എടുപ്പിക്കണം എന്ന ആഗ്രഹം പറ്റൂലല്ലോ. കുറച്ചു നേരം കൂടെ എനിക്കും പോകാനുള്ളത് കൊണ്ട് വല്ലാണ്ട് നിൽക്കുന്നില്ല. ചിലപ്പോൾ 1/2 മണിക്കൂറെങ്കിലും എടുത്തെന്ന് വരും. കുഴപ്പമില്ലല്ലോ. ഇത് കുടിക്കാൻ വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഉണ്ടോ? ഫ്രീ ആയിട്ടുണ്ടോ? ഇത് കൊടുത്തോണ്ടിരിക്കുന്നതാ? ഇവിടെ കാണുന്നില്ലല്ലോ. ഇടയ്ക്ക് പൈസക്കാരെ കച്ചവടം ചെയ്യുന്നുണ്ടോ? കിട്ടിയ ചാൻസിൽ കച്ചവടം പൊടി പിടിക്കാൻ പറ്റി. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് വലിയ കൂലിയാണെന്നാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, ഭയങ്കര കൂലിയ. രോഗികളെ പോയി സന്ദർശിക്കുക, വലിയ കൂലിയാണ്. ഇരിക്കട്ടെ, അൽഹംദുലില്ലാഹ്. യാസീൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അരികത്തേക്ക് വരണേ. യാസീൻ, ആ കുട്ടി ഇവിടെ ഇല്ലെങ്കിൽ വരും വേണ്ടേ? ഉണ്ടെങ്കിൽ ഉസ്താദുമാര് പറയല് പണ്ടൊക്കെ ഇവിടെ ഇല്ലാത്തൊരു കൈപൊക്കി, ഉള്ളവരൊക്കെ ഹാജരെടുത്തിട്ട് ഇല്ലാത്തവരാരൊക്കെ. അപ്പൊ യാസീൻ എന്ന് പറഞ്ഞ കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടി ഇവിടെ ഉണ്ടാവും, പേടിക്കണം. ഇവിടെ ഉണ്ട് മോനെ അല്ലേ? ആ, തൊപ്പിട്ട കുട്ടിയല്ലേ? പേടിക്കണ്ട. ഞാൻ ആലോചിക്കുമ്പോഴേ ചെറിയ മക്കളൊക്കെ നമ്മൾ എത്ര സ്നേഹത്തിലാണ് വളർത്തുന്നതല്ലേ. ഒരു നേരം കാണാതായ പേടിച്ചു പോവാണ്. ചൊവ്വേന്റെ കുഞ്ഞിന് എന്തായി? അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അത്ര സ്നേഹിച്ചിട്ടാ വളർത്തുന്നത്. പിന്നെ ഒരു +2 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ എന്റെ കൈ പിടിച്ചാൽ പോവാൻ പിന്നെ കാണട്ടെ ഉമ്മ, ഞാൻ പോവാണ്. അതാണ് കഥല്ലേ. ഇത്രയും കാലം സ്നേഹം കൊടുത്ത് വളർത്തിയിട്ട് ഇങ്ങനൊരു നന്ദികേട്. പ്രേമം എന്ന് പറഞ്ഞൊരു ശൈത്താനിന്, ഞാൻ ആ ശൈത്താനെ കിട്ടിയാൽ പിടിച്ച് കഴുത്ത് നോക്കി കൊല്ലണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യാ? കുടുംബം വേണ്ട, ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, നാട്ടുകാർ വേണ്ട, ദീനുൽ ഇസ്ലാം വേണ്ട. എന്ത് ജാതിയാണെങ്കിലും സ്നേഹമല്ലേ വലുത്. നമ്മുടെ സിനിമക്കാര് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതിനൊക്കെ ചീത്ത പറയേണ്ടത് അവരെയാണ്. സർവ്വ സംസ്കാരവും ആദരവും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രത ഇല്ലാതെയാക്കി അവരഭിനയിച്ച് കോടികൾ വാങ്ങിച്ചു പോയി അല്ലെ. നമ്മുടെ പെൺകുട്ടികളൊക്കെ ഓടാൻ വേണ്ടി പറഞ്ഞു, അവർ അഭിനയിച്ചു കൊടുക്കുകയാണ്. വീട്ടിൽ ഡ്രൈവറുടെ കൂടെ നടി ഓടുകയാണ്. കല്യാണ തലേന്ന് വാപ്പയും ഉമ്മയൊക്കെ കല്യാണത്തിന് റെഡിയാക്കുന്നു. പുതിയെണ്ണായി ഇരിക്കുന്ന നേരത്ത് പിന്നാമ്പുറത്തൂടെ ഒടിച്ചോടുന്നു. അപ്പൊ നമ്മളെ കുട്ടികളും ഇത് പറ്റുന്ന പണിയാ. അവൾ ഓടിയിട്ടില്ല, അവൾ അടുത്ത സിനിമയിൽ പിന്നെ അഭിനയിച്ചു.
അവള് കാര്യമായൊരു ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. 4-5 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് ഓനെ വേണ്ടാന്ന് അവളും പറഞ്ഞു, ഇവളെ വേണ്ടാന്ന് ഓനും പറഞ്ഞു. നമ്മളെ നടന്മാരൊക്കെ പഠിപ്പിച്ചെന്ന കാര്യം ഇതാണ്. സ്വന്തമായി ലൈഫിൽ ഒരു കല്യാണം ഓലെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് വളരെ അപൂർവ നടന്മാർ അവരവരെ പെണ്ണുങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടില്ല എന്നാ കേട്ടത്. കാരണം അല്ലാത്ത അഭിനയിച്ച മുഴുവൻ ആളുകളും അഭിനയിച്ച നടിമാരെ കല്യാണം കഴിച്ചവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് രണ്ടാൾക്കും വേണ്ടാന്ന് അവര് കോടതി വരാന്തയില് വേണോ തൊലാക്ക് വേണേ എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. ഈ കഥ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ ഓടാനിറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അവരുടെ സ്വന്തം മക്കളെ, കല്യാണം കഴിഞ്ഞ മക്കൾ, അവരുടെ സ്വന്തം പെൺമക്കൾ, കല്യാണം കഴിയാനുള്ളവർ, അവരൊക്കെ ഇങ്ങനെ വിളിച്ചോടാൻ ഈ നടിമാര് സമ്മതിക്കോ? ഇല്ല. നമ്മുടെ കുട്ടികൾക്കൊന്നും ബോധം ഉണ്ടായില്ലേ? ഞാൻ ആലോചിക്കുക, എത്ര സ്നേഹത്തിലാണ് നമ്മൾ വളർത്തുന്നത്, എത്ര സ്നേഹം കൊടുത്താ വളർത്തുന്നത്. അതൊക്കെ ഒന്ന് കുട്ടികൾ മനസ്സിലാക്കുക. ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. ഓടിക്കഴിഞ്ഞ് പിന്നെ തളരൂലേ? നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും. ആദ്യം വേണ്ടെന്നൊക്കെ ആവേശത്തിലൊക്കെ പറയും. 4-5 കൊല്ലം കഴിഞ്ഞാൽ മനുഷ്യന്മാരും ചോദിക്കുന്നത് ആർക്കാടോ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പൊ പിന്നെ എന്തായാലും വേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്കും ഒരു ഉമ്മയാവാനും ഉപ്പയാവാനും അവസരം ഉണ്ടാവും. അപ്പോഴേ സ്വന്തം ഉമ്മയും ഉപ്പയും തന്ന സ്നേഹത്തോട് ഞാൻ കാണിച്ച നന്ദികേട് എത്ര വലുതായിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും ആ കണ്ണുനീര് കുടിച്ച ഉമ്മയും വാപ്പയും മരിച്ചു പോയിട്ടുണ്ടാവും. ആരോടായി പാപഭാരം ഇവിടെയായി ഇറക്കി വെക്കുക. ഒരു കുഞ്ഞിനെ കാണാതെയായപ്പോഴുള്ള വിഷമം കണ്ടപ്പോ ഞാൻ ഓർത്തുപോവാൻ. നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയാണ്. ആ സ്നേഹമാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്. മക്കൾ മനസ്സിലാക്കി. ഒരു ഡിഗ്രിക്കോ കോളേജിലേക്കോ പോകുമ്പോഴേക്കും ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്തോ മോശക്കാരിയായി പോകുമെന്ന്, ഒരു പെണ്ണിനോ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു സംതിങ് സ്ട്രേഞ്ച് എന്ന് എന്നെ പറ്റി ബാക്കിയുള്ളവർ വിചാരിക്കോ? നീ ഒന്നും വിചാരിക്കും. നിന്നെ പറ്റി അള്ളാഹു സ്വാലിഹൻ മുത്തഖിയുമാണെന്ന് വിചാരിക്കും. അതുപോലെ നിനക്ക് അടങ്ങിയിരിക്കണം, അച്ചടക്കത്തിൽ ജീവിക്കണം. അതിനാണ് ഇവിടെ ശരീഅത്ത് തന്നത്, അതിനാണ് ഖുർആൻ തന്നത്. നമ്മുടെ ഈ ലോകം ഇത് കഴിയും, പെട്ടെന്ന് തീരും. ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്, അങ്ങോട്ട് നമുക്ക് ഒരുങ്ങണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അത് മക്കൾ മനസ്സിലാക്കുക. ഉമ്മമാരെയും ഉപ്പമാരെയും സങ്കടത്തിലാഴ്ത്തി ആർക്കും സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു കൊടുക്കില്ല, ഉറപ്പാണ്. അതുകൊണ്ട് മക്കൾ അത് അറിയണേ എന്ന് സാന്ദർഭികമായി എന്റെ വിദ്യാർത്ഥിനികളോട് ഞാൻ ഉണർത്തുകയാണ്. മുത്തനബി തങ്ങൾ ചോദിച്ചു സ്വഹാബികളോട്, ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഭൂമിയിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് എത്ര ദൂരണ്ട് എന്ന്? എന്താണ് ചോദ്യല്ലേ? ഭൂമി അന്ന് ആസ്ട്രോണമി പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കാൻ വേണ്ടി പറയാൻ, അങ്ങനെ ഒരു ലോകമുണ്ടോ? ഈ നക്ഷത്രങ്ങളുടെ അറ്റങ്ങളിലേക്ക് പോവാൻ യാത്ര ചെയ്യേ. അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. 500 ആം, 500 വർഷത്തെ വഴിദൂരമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 500 കൊല്ലം. അത് എങ്ങനെ, ഏത് വാഹനത്തിൽ, ഏത് ഫ്ലൈറ്റിൽ, കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. 500 കൊല്ലം. 1-ൽ നിന്ന് 2-ലേക്ക്, 1-ാം ആകാശത്ത് നിന്ന് 2-ാം ആകാശത്തേക്ക് എത്രയുണ്ടെന്നറിയുമോ? അറിയില്ല നബിയെ. അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും നബിക്കുമല്ലേ അറിയൂ, ഞങ്ങൾക്കറിയില്ല നബിയെ. 500 ആം, 500 കൊല്ലത്തെ വഴി ദൂരമുണ്ട്. 500 കൊല്ലം. 2-ൽ നിന്ന് 3-ലേക്ക് അറിയില്ല നബിയെ, 500 കൊല്ലമുണ്ട്. 4-ൽ നിന്ന് 5-ലേക്ക്, 5-ൽ നിന്ന് 6-ലേക്ക്, 6-ൽ നിന്ന് 7-ലേക്കും 500 കൊല്ലത്തെ വഴി ദൂരമുണ്ട്. ഇത് 1400 കൊല്ലം മുമ്പ് പറഞ്ഞു പോയി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പൊരുൾ എന്താണെന്നറിയാതെ, അതിന്റെ ശാസ്ത്രീയ വിശദീകരണം എന്താണെന്ന് പോലും ചിന്തിക്കാതെ നമ്മുടെ ഹദീസ് പണ്ഡിതന്മാർ ആ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തി തന്നു നമുക്ക്. അവരറിഞ്ഞില്ല എന്തായിരിക്കും ഇതിനർത്ഥമെന്ന്. സമിഅനാ വഅതഅനാ, മുത്തുനബി പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. അതായിരുന്നു ഈമാൻ, അതാണ് വിശ്വാസം. 21-ാം നൂറ്റാണ്ടിലാ നമ്മൾ ആലോചിക്കുന്നത് ഇസ്രാ മിഅ്റാജിനെ കുറിച്ച്, 1-ാം ആകാശത്തേക്കുള്ള ദൂരത്തെ കുറിച്ച്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ആകാശം പടച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ റബ്ബിനെ അറിയുക? ഈ തെങ്ങ് ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ അല്ലാഹുവിനെ അറിയാൻ പറ്റും? കല്ലുകളില്ലെങ്കിൽ, നാം ഇല്ലെങ്കിൽ, നമ്മുടെ കണ്ണും കാതും തലച്ചോറും നമുക്ക് അല്ലാഹു നൽകുന്ന സെൻസറി ഫാക്കൽറ്റികൾ എത്രയാണ്, ഇതിന്റെ ഒക്കെ അത്ഭുതങ്ങള്. ഇതൊന്നുമില്ലെങ്കിൽ അല്ലാഹു അറിയാൻ പറ്റുമോ? അല്ലാഹു ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന വലിയ ലോകമാ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താത്ത ദൂരം അല്ലാഹു നമുക്ക് കാണിച്ചു വെച്ചത്. ഓർക്കണം അല്ലാഹുവിനെ ഓർക്കാൻ. 21-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ സയന്റിസ്റ്റുകൾ ചർച്ച ചെയ്തു,
പ്രപഞ്ചത്തിന്റെ ഒരു അന്ത്യത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാൻ എങ്ങനെ സാധിക്കുമെന്നവർ ആലോചിച്ചു. യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ فبأي آلاء ربكما تكذبان. മനുഷ്യരെ, ജിന്നുകളെ, ഭൂമി എന്ന ഗോളത്തെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് തുളച്ചു നോക്കിൻ. കിണർ കുഴിക്കാൻ പറ്റും. 16 കിലോമീറ്റർ വരെ ഭൂമിയിലേക്ക് നമുക്ക് കുഴിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരറ്റത്ത് നിന്ന് കുഴിച്ചിട്ട് അടുത്ത അറ്റത്തേക്ക് നമ്മളുടെ ഈ കൊല്ലത്തെ കൊല്ലൂർ വിളയിൽ നിന്നൊരു തുളച്ചിട്ട് അങ്ങ് താഴേക്ക് നോർത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ആർട്ടിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ എത്തിച്ചേരുന്ന ഒരു തുളച്ച് ദ്വാരമുണ്ടാക്കാൻ കഴിയുമോ? അള്ളാഹു ചോദിച്ചു. നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? തുളക്കുന്ന മെഷീന് പോലും ആ ഇരുമ്പോ ഏത് മൂലകമെടുത്തുണ്ടാക്കിയാലും, അത് കോപ്പർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും, അത് എന്ത് മൂലകമാണെങ്കിലും, തുളക്കുന്ന മെഷീനറി പോലും ഉരുകി ഒലിച്ചു പോകുന്ന ചൂടുള്ള സാധനം ഭൂമിക്കുള്ളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. തുളക്കാൻ കഴിയില്ല. നിങ്ങളുടെ മെഷീനൊക്കെ കരിഞ്ഞു. മിൻ അഖ്താരി സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചത്തിന്റെ പരിധിയെ വിട്ടുകടക്കാൻ നിങ്ങളെ കൊണ്ടാവുമോ? നിങ്ങളെ കൊണ്ടാവില്ല. അതിന് അധികാരസ്ഥനായ അല്ലാഹു ആർക്ക് സൗകര്യം കൊടുക്കുന്നുവോ അവർക്കേ കഴിയുകയുള്ളൂ. അത് ലഭിച്ചത് ഒരാൾക്ക് മാത്രമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ എന്ന ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രം പറഞ്ഞ ഭാഗത്ത് സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ്. ഏതാണ് ഈ 500 വർഷത്തെ വഴിദൂരം? ഏതാണ് 500 വർഷത്തെ വഴിദൂരം? അങ്ങനെ ഒരു യാത്ര നടത്തേണമെങ്കിൽ ലോകത്ത് എത്രയും വേഗതയേറിയ ഒരു വാഹനം വേണം. ലോകത്ത് ഏറ്റവും വേഗതയുള്ള സാധനം ഏതാണെന്നറിയുമോ? ഏതാ? സൂര്യപ്രകാശമാണ് ലോകത്ത് ഏറ്റവും വേഗതയുള്ള സാധനം. അതിനെക്കുറിച്ചാ ഖുർആൻ പറഞ്ഞത് വള്ളുഹാ. സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആ സൂര്യപ്രകാശത്തിന്റെ വേഗത. ഒരു സെക്കൻഡിൽ, വാച്ചിക്ക് ഒരു സെക്കൻഡ് നോക്കുമ്പോഴേക്കും 2 സെക്കൻഡായി പോകും. 3 ലക്ഷം കിലോമീറ്റർ. 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ. നമ്മുടെ വാഹനങ്ങളൊക്കെ ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാ ക്യാമറ അടിക്കൂലേ? എവിടെയൊക്കെയല്ലേ ക്യാമറ വെക്കണ കായുണ്ട്. റോഡൊന്നാക്കിയിട്ട് എത്ര ഉഷാറായി പോയി. ഞാൻ ആലോചിച്ചു, ഉള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്ന വീതി കൂട്ടി തന്നാലേ. റോഡ് സൈഡിലുള്ള ആരും വിട്ടുകൊടുക്കണില്ല. പിശുക്കന്മാരല്ലേ? തൊട്ടരികത്തിൽ അയലോക്കക്കാരന് സ്ഥലം കൊടുക്കാത്ത ആളാ നമ്മൾ, വഴി കൊടുക്കാത്ത ആൾക്കാർ. പിന്നുണ്ടോ നാട്ടുകാർക്ക് റോഡ് കൊടുക്കും? സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെയൊന്നും ആവരുതെന്നാ പറഞ്ഞത്. വഴിയിലെ ഏതെങ്കിലും ഒരു തടസ്സം നീക്കി കൊടുത്താൽ സ്വതക്കന്റെ കൂലിയാണെന്നാണ്. ഒരു 2 അടി, 1 അടി, 1 അരസെന്റ് റോഡിന് വേണ്ടി കൊടുത്താൽ അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കാലത്തോളം ഖബറിലേക്ക് കിട്ടുന്ന സ്വതക്കയാണ്. ആരും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ വേദ പറഞ്ഞു പോവെന്നല്ലാതെ നിങ്ങൾ പറയും ഉസ്താദ് നിങ്ങൾ വേണേ കൊടുത്തോളൂ, ഞങ്ങൾ കൊടുക്കൂല അല്ലേ? ഇസ്ലാം ഭയങ്കരാണ്. ഇസ്ലാം ജീവിതം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. എല്ലാം അതിൽ ചർച്ച വരും. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും വേഗതയുള്ള സാധനം സൂര്യപ്രകാശമാണ്. എത്രയോ വേഗത? മണിക്കൂറിൽ 3 ലക്ഷം അല്ല, മിനിറ്റിൽ 3 ലക്ഷം കിലോമീറ്റർ അല്ല, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. എനർജി ഈസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. ആരുടേതാണെന്ന് കുട്ടികൾ പറയണം. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ കണ്ടെത്തിയ ഒരു വലിയ സിദ്ധാന്തമുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി. ഒരു വസ്തുവിന്റെ മാസും അതിന്റെ ആ വസ്തുവും അതിന്റെ സ്പീഡുമാണ് ഒരു വസ്തുവിന്റെ എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ. ആ കണക്ക് പ്രകാരം
ഒരു സാധനത്തിനും പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ലെന്നാണ്. വസ്തു തന്നെ എന്തായി മാറും? നമ്മുടെ തിരുവനന്തപുരത്തെ വസ്തു അല്ലേ, നമ്മുടെ നാട്ടിലെ സ്ഥലക്കച്ചവടത്തെ പറ്റിയല്ലേ പറയുന്നത്? സാധനം മാസ് എന്ന് പറയുന്ന അത് എനർജി ആയി പോകും, അതങ്ങ് ഊർജമായി പോകും, സാധനം ഉണ്ടാവില്ല. എന്നാലും ഒന്ന് സങ്കല്പിക്കുക, സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനുമാനിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വൈമാനിക കമ്പനികൾ, നമ്മുടെ ബോയിങ്ങോ ഏതെങ്കിലും വിമാന കമ്പനികൾ സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ആകാശ ലോകത്തേക്ക് യാത്ര പോവാൻ പ്രകാശത്തിന്റെ വേഗതയുള്ള ഒരു വാഹനം അങ്ങ് തരപ്പെടുത്തി കിട്ടിയാൽ, കൊല്ലത്തെ കൊല്ലൂർ വിളയുടെ മൈതാനത്ത് നിന്ന് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ ബഹിരാകാശത്ത് ആകാശം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി എന്നൊരു മെസ്സേജ് കിട്ടുമ്പോഴേക്കും 200 കോടി പ്രകാശ വർഷങ്ങൾ ഭൂമിയിൽ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ മെസ്സേജ് ഇട്ടാലും നേരം ഉണ്ടാവില്ല. പോകുന്നവർ തന്നെ ഭാര്യയും കുട്ടികളായിട്ടും പോയിട്ട് അഞ്ചാമത്തെ തലമുറ എത്തുമ്പോഴാ അങ്ങോട്ടെത്തുന്നത്. അവിടേക്ക് എത്തുമ്പോൾ പൈലറ്റുകൾക്ക് അനുഭവിക്കുന്ന കൊല്ലം 500 കൊല്ലമാണെന്നും ഭൂമിയിലുള്ള ആളുകൾക്ക് 200 കോടി കൊല്ലങ്ങളാണെന്നും സയന്റിസ്റ്റുകൾ പറയുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നൊരു വസ്തുതയുണ്ട്. മേലോട്ട് പോകുന്ന സമയമല്ല ഭൂമിയിൽ നടക്കുന്ന സമയം. 200 കോടി കൊല്ലം കഴിയുമ്പോൾ അവിടെ 500 ആകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാർ കൊന്നിട്ടില്ല. ഈസാ നബിയെ അവരാരും കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, ഈസാ നബിയെ പോലോത്ത ഒരാളെ സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്ത ജൂദാസിനെ ഈസാ നബിയുടെ രൂപത്തിലാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുകയും അയാളെയാണ് അവർ കുരിശിൽ തറച്ചത്. എന്റെ നബിയെ ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എവിടെയാ ഈസാ നബി ഉള്ളത്? ഈസാ നബിയെ നാം ഉയർത്തുകയാണുണ്ടായത്. ഏത് 1-ാം ആകാശമോ 2-ാം ആകാശമോ അള്ളാഹു പറഞ്ഞില്ല. 2-ാം ആകാശത്ത് വെച്ചോ മറ്റോ ഈസാ നബിയെ മിഅ്റാജിൽ മുത്തുനബി കണ്ടിട്ടുണ്ട്, അതിൽ കുഴപ്പമില്ല. മൂസ നബിയെ കണ്ടിട്ടുണ്ട് 4-ലോ 5-ലോ വെച്ച്. അതേ മൂസ നബിയെ മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ റഅയ്തു മൂസ യുസല്ലി ഫീ 2016 33 കുറയ്ക്കും. വേഗം പറഞ്ഞു, ഞാൻ ആരാ നല്ല മാത്തമാറ്റീഷ്യൻ? എത്ര? 1983 കൊല്ലം കഴിഞ്ഞു ഈസാ നബി ഭൂമിയിൽ നിന്ന് പോയിട്ട്. 33-ാം വയസ്സിലാ പോയത്. സ്വർഗത്തിലേക്ക് പോകുമ്പോ എല്ലാവർക്കും 33 വയസ്സായിരിക്കും. അൽഹംദുലില്ലാഹ്. 65 ഇപ്പൊ കഴിഞ്ഞവർക്കും അവിടുത്തെ 33 ആയിരിക്കും. ഇവിടെ 25 ഉള്ളവർക്കും അവിടെ 33 ആയിരിക്കും. സുവർണ കാലഘട്ടം അതാണ്. 33 ഈസാ നബി പോയ വർഷമാണത്. ഈസാ നബി അലൈഹിസ്സലാം ആകാശ ലോകത്തോ അള്ളാഹുവിന്റെ ഉപരിമണ്ഡലങ്ങളിൽ ജീവിക്കുന്നുവെന്നാണ് നമ്മുടെ വിശ്വാസം. ഖിയാമത്തിന്റെ മുമ്പായി ഇന്നത്തെ സിറിയയിലെ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളിയുടെ മുനാരത്തിലൂടെയാണ് സുബ്ഹി നിസ്കാര നേരത്ത് മഹാനായ പ്രവാചകൻ ഇറങ്ങി വരികയെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് അലിമീങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ഈസാ നബി വരാൻ പോകുന്നു. അപ്പൊ ഒരു ചോദ്യം, ഓക്സിജൻ ഇല്ലാത്ത ലോകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ടല്ലല്ലോ ഈസാ നബി പോയത്. 1983 കൊല്ലം കഴിഞ്ഞ് ഈസാ നബി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പത്തോ അടുത്ത വർഷത്തോ അറിയില്ല. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രയും കാലം ആകാശലോകത്ത് സർവൈവ് ചെയ്യാൻ കഴിയുക? ഇത് മണ്ടത്തരമല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു യുക്തിവാദി ചോദിക്കാൻ ഒരുമ്പെടുന്നുണ്ടെങ്കിൽ അയാളോടുള്ള മറുപടിയാണ് വളരെ വിനയത്തോടുകൂടെ, ആകാശലോകത്തെ സമയം 500 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ 200 കോടി കൊല്ലമാണെന്ന് പ്രകാശവേഗതയുടെ കണക്കുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 200 കോടി കഴിയുമ്പോൾ അവിടെ 500. അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം ഇന്ന് പോയിട്ട് 1983 കൊല്ലമായത്. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഇനിയും ഒരു 2000 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ
ഈസാ നബിയെ അള്ളാഹു കൊണ്ടുപോയത് അള്ളാഹുവിന് അറിവുള്ള അള്ളാഹുവിന് മാത്രം അറിയുന്ന രീതിയിലാണ്. പ്രകാശവേഗതക്കപ്പുറമുള്ള വേഗതകൾ പടക്കാൻ കഴിവുള്ള അള്ളാഹു മലക്കുകളെ, മാലാഖമാരെ ഏഴാകാശത്തിനപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒരു ദിവസം പലതവണ ഹബീബിന്റെ മുറ്റത്തേക്ക് മദീനത്തേക്ക് ഇറക്കി കൊടുത്ത അള്ളാഹുവിന് ഈസാ നബിയെ കൊണ്ടുപോകാൻ പ്രകാശവേഗതയെ വെല്ലുന്ന വേഗതകളുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 5000 കൊല്ലമോ 10000 കൊല്ലമോ ആകാശലോകത്ത് കഴിഞ്ഞാലും, ഭൂമിയിൽ 5000 കൊല്ലം കഴിഞ്ഞാലും ആകാശലോകത്ത് ഈ 5000 ഒരു സെക്കൻഡോ 2 സെക്കൻഡേ ആവുകയുള്ളൂ. ഒരു ശ്വാസം ശ്വസിക്കുന്ന നേരം പോലും ആവില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് അപ്പോഴേക്കും ഭൂമിയിലേക്ക് തിരിച്ചു വരും. കാരണം ഇവിടത്തെ സമയമല്ല അവിടത്തെ സമയം. ഇത് 21-ാം നൂറ്റാണ്ടുകാരൻ ഇസ്ലാം എന്നത് വെറും ഒരു മതമാണെന്ന് പറയല്ലേ. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കുറെ യുക്തിവാദികളുണ്ട്, കൂട്ടത്തിൽ ഒരു മതം ഇസ്ലാം അല്ല. ഇതാണ് പരമമായ സത്യമെന്ന് മനുഷ്യരുടെ മുമ്പിൽ പച്ചയിൽ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുന്നത്. മനുഷ്യന്റെ ഹ്യൂമൻ ലോജിക്കിനോട് ഇങ്ങനെ സംവദിക്കുന്ന ഒരു മതം അള്ളാഹുവിന്റെ ദീനല്ലാതെ ലോകത്തില്ലല്ലോ. ഇതാണ് നേരായ വഴി. ഈ വഴിയാണ് നിങ്ങളോട് 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞത്, സത്യസന്ധത കൈമുതലാക്കാൻ പറഞ്ഞത്, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞത്, ഭാര്യ മക്കളെ സംരക്ഷിക്കാൻ പറഞ്ഞത്, അധ്വാനിക്കാൻ പറഞ്ഞത്. ഈ മതമാണ് നമ്മളോട് കുടുംബപരവും വ്യക്തിപരവും സാമൂഹികവുമായ ബാധ്യതകൾ തന്നത്. ഈ മതമാണ് നമുക്ക് ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ നിന്ന് പഠിപ്പിച്ചത്. ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോഴാ ഇസ്ലാം 21-ാം നൂറ്റാണ്ടിന്റെ മതമല്ലയോ. 1400 കൊല്ലം മുമ്പുണ്ടായ ഒരു ഗ്രന്ഥമാണെന്ന്, ഖുർആൻ പഴഞ്ചനാണെന്ന് 21-ാം നൂറ്റാണ്ടുകാരന് പറയാൻ കഴിയുമോ? എല്ലാ കാലഘട്ടങ്ങളെയും അതിജീവിക്കുന്ന മഹാത്ഭുതങ്ങൾ ഇതിൽ കിടക്കുകയാണ്. ഇസ്രാഉം മിഅ്റാജും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അംറുൻ ഖാരിഖുൻ ലിൽ ആദ യഖ്റുജു അലാ മുദ്ദഇൻ നുബുവ്വ. പ്രവാചകത്വം സ്ഥിരീകരിക്കാൻ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അത്ഭുതകരമായ സിദ്ധികളാണ്. അത് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. മുത്തുനബി തങ്ങളുടെ മിഅ്റാജ് അള്ളാഹു ഏത് സ്പീഡിലാ ഹബീബിനെ കൊണ്ടുപോയത് നമുക്കറിയില്ല. ഹബീബ് പോയി തിരിച്ചു വന്നു. ആ മഹാത്ഭുതം എന്ന മഹായാത്രയെ പറയാന് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ അകത്തുള്ള ബറക്കത്ത് എത്രയാണ്? ചുറ്റും തന്നെ ബറക്കത്താണ്. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനായിരുന്നു അത്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. എല്ലാം അറിയുന്നവൻ. നമ്മുടെ കർമ്മങ്ങളൊക്കെ അവൻ അറിയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യുതുറകൂ അയ്യഖൂലു ആമന്നാ, ഞങ്ങളും വിശ്വാസികളാണ്, ഞങ്ങളും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളെ അള്ളാഹു വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ ഈ തെളിവുകൾ മുഴുവനും നമുക്ക് തരുന്നത് അള്ളാഹുവിന്റെ തൗഹീദ് മനസ്സിലാക്കാൻ. അവൻ ഏകനാണെന്നും മുത്തുനബി നുണ പറഞ്ഞതല്ല. അഷ്റഫുൽ ഖൽഖ് സത്യമാണ് പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ളാഹ് അസ്സാദിഖുൽ മസ്ദൂഖ് അന്നബിയുൽ അമീൻ. 20-ാം നൂറ്റാണ്ടല്ല, 21-ാം നൂറ്റാണ്ടല്ല, യുഗാന്തരങ്ങൾ അതിജീവിക്കാൻ ഈ ഗ്രന്ഥത്തിന് കഴിയും. എന്തുകൊണ്ട്? ലാ തൻഖദി അജായിബു, ഇതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല. 2.25 മണിക്കൂർ നമ്മൾ ഇവിടെ ഇരുന്നു. എത്ര സമയം നമ്മൾ ഭൂമിയോടുകൂടെ യാത്ര ചെയ്തു എന്നറിയുമോ? നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്, അല്ലേ? സൂര്യൻ കറങ്ങണില്ലേ? ഇന്ന് ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞത് കറങ്ങുന്നുണ്ട്. സ്പേസിൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയുണ്ട് സംഗതി. നമ്മളിപ്പോ 2.25 മണിക്കൂർ ഈ വേള ഞാൻ തുടങ്ങിയിട്ട് എന്റെ മുമ്പ് ഞങ്ങൾ വന്നിരിക്കുന്നത് 2.25 മണിക്കൂർ ഇവിടെ ഇരുന്നപ്പോ നമ്മൾ ഭൂമിയോടുകൂടെ നമ്മുടെ ഈ കൊല്ലൂർ വിളയിലെ ഈ തെങ്ങും പറമ്പും ഇവിടുത്തെ വീടുകളും ലൈറ്റും സൗണ്ടും സ്റ്റേജൊക്കെ അടക്കം നമ്മൾ സൂര്യന് ചുറ്റും ഭൂമിയുടെ കറക്കത്തോടൊപ്പം 2,16,000 കിലോമീറ്റർ ഇപ്പൊ യാത്ര ചെയ്തു കഴിഞ്ഞു. വല്ലതും അറിഞ്ഞോ? നമ്മള് 2,16,000 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ യാത്ര ചെയ്തു ഭൂമിയോട്. വല്ല അനക്കമുണ്ടോ?
വല്ല കൊടുങ്കാറ്റും തോന്നുന്നുണ്ടോ? 1 മണിക്കൂറിൽ 1,08,000 ഭൂമിയുടെ വേഗത. 1,08,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ. ഏത് പെട്രോൾ പമ്പ് എന്നാ അത് ഇതിന് ഫ്യൂൽ അടിക്കുന്നത് നമ്മൾ അറിയാറുണ്ടോ? ഈ സ്പീഡിൽ പോവുകയാണ് ഭൂമി, നിൽക്കുന്നില്ല. ആ ഒരു റൗണ്ട് സൂര്യന് ചുറ്റും പൂർത്തിയാവുമ്പോൾ നമ്മൾ പറയും, ഇതാ ഇന്ന് ഡിസംബർ 31 കള്ളും കുപ്പി പൊട്ടിക്കണം. ഈ മഹാത്ഭുതം നടക്കുമ്പോൾ നമ്മൾ പറയും, ഇതാ ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ തുടങ്ങാം, നമുക്ക് കള്ളു കുടിക്കാം. ഇതാ നമ്മൾ പറയും. ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ ഈ ഒരു റൗണ്ട് ഭൂമി പൂർത്തിയാക്കണമെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന സ്പീഡ്, അതും നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന പോലെയാ ഭൂമി പോകുന്നത്, ഇടത്തു നിന്ന് വലത്തോട്ടാണ്. എത്ര സ്പീഡിലാ? 1,08,000 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. 2 മണിക്കൂറാകുമ്പോൾ 2,16,000 കിലോമീറ്റർ. 4 മണിക്കൂർ ഏറെയുമായി ഒരു 10-20,000 കിലോമീറ്റർ ഏറെയും വന്നിട്ടുണ്ടാകും. ഇനിയും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു ആയത്തിലേക്ക് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وترى الجبال تحسبها جامدة وترى الجبال تحسبها جامدة وهي تمر مر السحاب. കോളേജുകളും യൂണിവേഴ്സിറ്റിയിലും പോകുന്ന മക്കളാണ് യുക്തിവാദികളായി തിരിച്ചു വരുന്നത്. ആ മക്കൾ പഠിക്കാനാ ഞാനിത് പറയുന്നത്. ഇസ്ലാം എന്നത് അത്ഭുതമാണ്, ഖുർആൻ മഹാത്ഭുതമാണ്, ഈ ദീൻ സത്യമാണ്. നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്നത് പരമമായ അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇത് നമുക്ക് അറിയണമെങ്കിൽ ഇതുപോലെയുള്ള ഖുർആനിന്റെ രഹസ്യങ്ങൾ അറിയണം. വതറൽ ജിബാല, നബിയെ പർവ്വതങ്ങൾ അങ്ങ് കാണുന്നില്ല, നബിയെ പർവ്വതങ്ങൾ അങ്ങ് കാണുന്നില്ലയോ? തഹ്സബുഹാ ജാമിദ, പർവ്വതങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലേ നബിയെ? വഹിയ തമുർ, പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് നബിയെ. മർവസ്സഹാബ്, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ ഈ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് നബിയെ. സുൻ അല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഈ അനക്കം നിങ്ങൾ അറിയുന്നില്ല. അല്ലദീ അത്ഖന കുല്ല ശൈഇൻ, എല്ലാം കൃത്യമായി പെർഫെക്ഷനോടുകൂടെ പടച്ചവനാണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾക്കിത് അറിയുന്നില്ല. ട്രെയിൻ, നമ്മുടെ രാജധാനി എക്സ്പ്രസ് ഇതിലാണ് പോകുന്നത്. ഇവരൊക്കെ പോകുമ്പോ അടുത്ത് നിൽക്കാൻ പറ്റുമോ? മാറിപ്പോകില്ലേ? നമ്മുടെ കുർലീൻ പരശുരാമൊക്കെ ഇതിൽ പോകുന്നുണ്ട്. പരശുരാമത്തിലാണ് പോകുന്നത്. ആണ്. ഓ, ട്രെയിനുകൾ പാസ് ചെയ്ത് പോകുമ്പോഴേ അവരൊക്കെ ഒരു മണിക്കൂറിൽ 100-150 മാക്സിമം. അതിന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല, മാറിപ്പോകും അല്ലേ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ നിന്ന പൊടി കാണുമോ? ഫ്ലൈറ്റ് പൊന്തിക്കാനുള്ള അത്രയും സ്പീഡിലാണ്, ഫോഴ്സിലാണ് ആ എയർ വരുന്നത്. അതുകൊണ്ടാണ് ഈ സാധനം പൊങ്ങുന്നത്. 100-150 ആളും അവരുടെ ഓരോരുത്തരുടെ 30-40 കിലോ അച്ചാറും പത്തിരൊക്കെ കൊണ്ടോണ്ടേ. സുബ്ഹാനല്ലാഹ്, ഇത്രയും സ്പീഡിൽ ഭൂമി പോയിട്ട് നമ്മൾ അറിയുന്നില്ലല്ലേ? ഇവിടെ കാറ്റടിച്ച് അറിയുന്നുണ്ട്, ഇവിടെ കൊടുങ്കാറ്റുണ്ടാവില്ലേ? ശരിക്കും ഭൂമി പോകുന്നത് 1,08,000 കിലോമീറ്റർ, 1,08,000 1 മണിക്കൂറിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അറിയുന്നില്ല നമ്മൾ. മഴ പെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മുടെ കുട്ടികൾ നേരം എടുത്ത് സ്കൂളിൽ പോകുന്നുണ്ട്, ബസ് പോകുന്നു, ട്രെയിന് പോകുന്നു, ഇതെല്ലാം കൊണ്ട് ഭൂമി പോകുന്നു ഇത്രയും സ്പീഡിൽ, നമ്മൾ അറിയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് ഖുർആൻ പറയാ, വതറൽ ജിബാൽ, പർവ്വതങ്ങളെ കാണുന്നില്ല നബിയെ? അങ്ങ് കാണുന്നുണ്ടല്ലോ. കൊല്ലത്തൊന്നും പർവ്വതങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ല. അങ്ങോട്ട് ഇടുക്കിയിലോട്ടൊക്കെ പോകണം. ചടയമംഗലം അവിടെ ഉണ്ട് പർവ്വതങ്ങളുണ്ട്. കിഴക്കൻ പ്രദേശങ്ങളുണ്ടല്ലേ? വതറൽ ജിബാല, പർവ്വതങ്ങളെ കാണുന്നില്ല നബിയെ? അങ്ങ് കാണുന്നുണ്ടല്ലോ. തഹ്സബുഹാ ജാമിദ, ഖുർആനിന്റെ ഒരു അച്ചടക്കം നോക്കണം. നിങ്ങൾക്ക് തോന്നുന്നു നബിയെ അത് നടക്കുന്നില്ലെന്ന്, സഞ്ചരിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വഹിയ തമുറു, അവകൾ ചലിക്കുകയാണ്. മർറസ്സഹാബ്, മേഘങ്ങൾ ചലിക്കുന്ന പോലെ പർവ്വതങ്ങൾ ചലിക്കുന്നുണ്ട് നബിയെ. മേഘങ്ങളെ പോലെ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, മേഘങ്ങൾ ചലിക്കുന്നത് സ്വന്തമായ ചലനമല്ല. കാറ്റ് കൊണ്ടുപോകുമ്പോൾ കാറ്റിന്റെ ഗതിക്കനുസരിച്ചാ മേഘം പോകുന്നത്. മേഘം ഒറ്റക്കല്ല യാത്ര ചെയ്യുന്നത്. കാറ്റ് വരുമ്പോൾ മേഘം പോകുന്നു.
എന്നതുപോലെ പർവ്വതങ്ങൾ ഒറ്റക്കല്ല സഞ്ചരിക്കുന്നത്, ഭൂമിയുടെ പോക്കിന്റെ കൂടെ പർവ്വതങ്ങളും പോകുന്നുണ്ട് നബിയെ എന്ന ഉദാഹരണം പറഞ്ഞു കൊടുത്തു വിശുദ്ധ ഖുർആൻ. നമ്മളെന്ന് മനസ്സിലാക്കി. 1 മണിക്കൂറിൽ 1,08,000 ഭൂമിയുടെ കിലോമീറ്റർ എന്നതിന്റെ വേഗതയെന്ന്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പല്ലയോ? ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? എങ്ങനെയുണ്ടായി ഇതൊക്കെ? ആര് പടച്ചു ഇതൊക്കെ? രാവും പകലും ഉണ്ടാക്കിയത്, വെളിച്ചവും ഇരുട്ടും കൊണ്ടുവരുന്നത്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. പ്രഭയാക്കി നിങ്ങൾക്ക് വെളിച്ചം തന്നത് അല്ലാഹുവല്ലേ. ഭൂമിയുടെ മുകളിലേക്ക് ആദ്യമായി സയന്റിസ്റ്റുകൾ പുറത്തേക്ക് പോയപ്പോഴേ ആദ്യം അവർക്ക് മെസ്സേജ് വന്ന സംഗതി, നാസയിലേക്ക് വന്ന മെസ്സേജ്, we don't know anything. ആ മെസ്സേജ് അവിടുന്ന് വിട്ടത് we don't see anything. we don't see anything. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ മേലേക്ക് പോയപ്പോഴേ സൂര്യനുമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. ഒരു നക്ഷത്രം കാണുന്നുണ്ട്, പകലില്ല. ഭൂമിയിൽ എപ്പോഴും പകലുണ്ടല്ലോ. കൊല്ലത്ത് രാത്രിയായി. അമേരിക്കക്കാർക്ക് ഇപ്പൊ സൂര്യൻ ഉദിച്ച് നട്ടുച്ച നേരമായി കഴിഞ്ഞു, നമുക്കിപ്പോ ഇരുട്ടായി. ഈ സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ പുറത്തു പോയാലില്ല, അന്തരീക്ഷം മുഴുവനും ഇരുട്ടാണ്. ഭൂമിന്റെ ഉള്ളിലെ ഈ വെളിച്ചമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സയന്റിസ്റ്റുകൾ മനസ്സിലാക്കി, സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് ഇവിടെ ഭൂമിയിൽ വെളിച്ചമുണ്ടാകാൻ ഒരു കാരണമുണ്ട്. പ്രപഞ്ചത്തിലൊന്നും ഈ സൂര്യൻ അവിടെ ഉണ്ട്, ഇവിടൊക്കെ ഒരുപാട് ഗോളങ്ങളുണ്ട്, ഇവിടെ ഒന്നും വെളിച്ചല്ല. ഭൂമി വരുമ്പോൾ ഇതിന്റെ അകത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് സൂര്യപ്രകാശം കയറുമ്പോൾ ആ സൂര്യപ്രകാശത്തെ സ്വീകരിക്കാനുള്ള സാധനങ്ങൾ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ട് ഭൂമിയിൽ മാത്രമാണ് പകലുള്ളത്, ഭൂമിക്ക് മുകളിൽ പകലില്ല. വന്നഹാരി ഇദാ ജല്ലാഹാ. പകലിനെ നിങ്ങൾക്ക് തെളിയിച്ചു തന്നത് അല്ലാഹുവാണ്. അത് വ്യക്തമാക്കി തന്നില്ലേ? فمحونا آية الليل وجعلنا آية النهار مبصرة. പകലിന്റെ ദൃഷ്ടാന്തമായ സൂര്യനെ നിങ്ങൾക്ക് കാണിച്ചു തരികയും രാത്രിയുടെ ദൃഷ്ടാന്തമായ ചന്ദ്രനെ നമ്മൾ മായ്ച്ചു കളയുകയും ചെയ്തു. നമ്മൾ ബോർഡൊക്കെ സ്കൂളിലൊക്കെ മദ്രസയിലൊക്കെ എഴുതിയ മായ്ക്കൂലേ, ഇറൈസർ എന്ന് പറയൂലേ, അറബിയിൽ മിംഹ എന്നാണ് പറയുക. മിംഹ ഇറൈസർ, മായ്ച്ചു കളയുന്നത് എന്ന്. രാത്രിയുടെ ദൃഷ്ടാന്തത്തെ നമ്മൾ മായ്ച്ചു കളഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന മുത്തുനബിയുടെ സ്വഹാബിയും തങ്ങളുകുട്ടിയും ഹബീബിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖുർആൻ മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. അവര് പറഞ്ഞു, കാനൽ ഖമറു മുദീഅൻ. ചന്ദ്രന് വെളിച്ചമുണ്ടായിരുന്നു സൂര്യനെ പോലെ. അല്ലാഹു ചന്ദ്രനെ കെടുത്തിക്കളഞ്ഞതാണ്. ഇന്ന് സയന്റിസ്റ്റുകൾ പഠിച്ചു, ചന്ദ്രന് കല്ല് കൊണ്ടുവന്നപ്പോ, ചന്ദ്രനിലെ അഗ്നിപർവ്വതങ്ങൾ കണ്ടപ്പോ ചന്ദ്രൻ ഒറ്റയ്ക്ക് പ്രകാശിച്ചിരുന്ന സാധനമായിരുന്നു, സ്വയം പ്രകാശിച്ചിരുന്ന ഗോളമായിരുന്നു. എന്നാൽ അത് പിന്നീട് കെട്ടണഞ്ഞു പോയതാണ്. ആ രാത്രിയുടെ ദൃഷ്ടാന്തത്തെ നമ്മൾ മായ്ച്ചു കളഞ്ഞതാണ് എന്നതിന് 1400 കൊല്ലം മുമ്പ് നമ്മുടെ മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം തന്നെ സ്വഹാബത്ത് മനസ്സിലാക്കിയത് തന്നെ. ചന്ദ്രൻ കത്തുമായിരുന്നു, ഇന്നിപ്പോൾ കത്തുന്നില്ല. സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷനാണ് നമുക്ക് രാത്രി കിട്ടുന്ന വെളിച്ചം. സൂര്യപ്രകാശത്തെ ഒരു മിറർ പോലെ, കണ്ണാടി ചില്ല് പോലെ ചന്ദ്രൻ ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുകയാണ്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് ചന്ദ്രൻ ഒറ്റക്ക് കത്തുന്നതായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, രാത്രിയുടെ ദൃഷ്ടാന്തത്തെ നമ്മൾ മായ്ച്ചു കളഞ്ഞതാണ്. ആ വെളിച്ചം അല്ലാഹു കെടുത്തിക്കളഞ്ഞതാണ്. നമ്മൾ ഈ രാത്രിയിലാണ്. നേരം പുലരുമോ എന്നറിയില്ല, നേരം പുലരുമ്പോഴേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. നമ്മൾ മരിച്ചുപോയാലും ഈ ലോകം ഇവിടെയുണ്ട്. പ്രപഞ്ചം അല്ലാഹുവിനെ അറിയിക്കുന്നവയാണ്. ഈ മണ്ണും ചെടികളും സസ്യലതാദികളും ഇവിടുത്തെ പഴവർഗ്ഗങ്ങളും ഇവിടുത്തെ പക്ഷികളും ഇവിടുത്തെ ഇഴജന്തുക്കളും എല്ലാം സ്രഷ്ടാവുണ്ട് എന്ന് പഠിപ്പിച്ചു തരുന്നവയാണ്. അവയുടെ ഓരോന്നിന്റെയും സങ്കീർണമായ ജീവിതം ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദ ഫമാ ഫൗഖഹാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചു തരാൻ
ഒരു കൊതുകിനെയോ അതിനേക്കാൾ ചെറുതോ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് നാണമില്ല എന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെ കൊതുക്? കൊല്ലത്ത് നല്ല കൊതുകുണ്ട് അല്ലേ? ചെറിയ കൊതുകുകൾ. ഡ്രെയിനേജ് ഒന്നും ക്ലീനാക്കാറില്ലേ കൊല്ലത്തിന്? മുസ്ലിമീങ്ങൾ വൃത്തി കൊണ്ടടക്കേണ്ട ആളുകളാണ്. അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് പറയും. നമ്മുടെ പള്ളികളിൽ നിന്ന് മൂത്രപ്പുര വാസനിച്ചിട്ടെടുക്കാൻ പറ്റില്ല. ഉസ്താദ്മാരെ കൊണ്ട് കഴിയിപ്പിക്കരുതേ. പള്ളിയിൽ ഉസ്താദുമാരല്ല മൂത്രപ്പുര കഴുകേണ്ടത്, അതിന് വേറെ ആളുകളെ കൊണ്ടുവരണം. പള്ളി കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കാം. പള്ളിയിലെ മുസ്ലിക്കാരുടെ മൂത്രപ്പുര കഴുകാൻ ഇവരൊക്കെ വലിയ ഉന്നതമായ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. കൊതുകിനെ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് മടിയില്ല എന്ന് പറയാം. ഇത് നമ്മുടെ ലാസ്റ്റ് ചർച്ചയാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞ് 2 വേറെയും പറഞ്ഞു. ഇനി അവസാനിപ്പിക്കാം. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പറയാൻ തോന്നുന്നു, പക്ഷേ നമ്മുടെ മുമ്പിലെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ ഏറെയായി, 12:30 ഭൂമി നമ്മളെയും കൊണ്ട് ഓടുകയാണ്. ഈ ഓട്ടം നമുക്ക് നിർത്തി റബ്ബിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട് നടന്നു വരുന്നൊരു സമയം ഒന്നിങ്ങനെ ഓർത്തു നോക്കി. നമ്മളൊക്കെ എല്ലാവരും വരുന്നൊരു നേരം. അല്ലാഹു ആ നേരത്തെ നമ്മളോട് കരുണയുടെ നോട്ടം നോക്കട്ടെ. നമ്മൾ അവനറിയാതെ മറന്നു ജീവിച്ചു പോയ കാലഘട്ടങ്ങളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇനിയെങ്കിലും പടച്ചതമ്പുരാനാണ് എന്നെയും എന്റെ ജീവിതവും എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ലോകം നിയന്ത്രിക്കുന്നത്, എന്റെ കൂടെയുള്ള മനുഷ്യരുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്നത് പോലും അല്ലാഹുവാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അല്ലാഹു പറയാൻ അല്ലാഹുവിന് മടിയില്ല ഒരു കൊതുകിനെ ഉദാഹരണം പറയാം. മുഫസ്സിരീങ്ങൾ ആലോചിച്ചു, എന്തേ ഇപ്പൊ അല്ലാഹു നീലത്തിമിംഗലമുണ്ട്, അവിടെ ബ്ലൂ വെയിൽ, ആനകളുണ്ട്, കരയിലെ ഏറ്റവും വലിയ ജീവി ആന. പിന്നെ ഡൈനോസറസ് എന്ന് പറഞ്ഞ സംഗതി മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമുക്കത് ഉണ്ടോന്ന് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. മില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാ പറയുന്നത്. അന്ന് ഒരു ഫോട്ടോഗ്രാഫർ, ഒരു എഴുത്തുകാരൻ, ഒരു പത്രപ്രവർത്തകൻ ഒന്നില്ലത് റിപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് വിശ്വസിക്കാം, വിശ്വസിക്കില്ലായിരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ട് കൊതുക്? നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു കൊതുകിനെ അടിച്ചു കൊല്ലാൻ എത്ര എളുപ്പമാണ്. കൊതുകിനെ ഉദാഹരണം പറയാൻ അല്ലാഹുവിന് മടിയില്ല. അതിനെ ആധുനികരായ മുഫസ്സിരീങ്ങളിൽ പ്രഗത്ഭനായ മരിച്ചുപോയ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമായിരുന്ന മഹാനായ അശ്ശൈഖുൽ മർഹൂം മുതവല്ലി ശഅറാവി റഹിമഹുല്ലാഹ് തഫ്സീർ ചെയ്തപ്പോൾ ഒരു രസകരമായ കാര്യം പറഞ്ഞു. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അതിനു മുമ്പ് ഒരു ഉദാഹരണം പറയട്ടെ. പഴയ കമ്പ്യൂട്ടറൊക്കെ ഒരു റൂമിന്റെ അത്ര വലുപ്പമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലാപ്ടോപ്പ് ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണുകൾ ശരിക്കും ഒരു മിനി കമ്പ്യൂട്ടറുകളാണ് അല്ലെ? സാധനം വലുതാകുമ്പോഴാണോ അതിന്റെ അത്ഭുതം വർദ്ധിക്കുന്നത്, അല്ല ചെറുതാകുമ്പോഴാണോ? ചെറുതാകുമ്പോഴാണ് അല്ലെ? ഈ ചെറിയ സാധനത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളുകയോ, അവിടെയാണ് അത്ഭുതം. പടച്ചോനെ, മുൻകർ നക്കീറുകൾ, നമ്മുടെ റഖീബ് അചീദുകൾ നമ്മുടെ നന്മയും തിന്മയും എഴുതി വെക്കുമെന്ന് പറഞ്ഞപ്പോ റഹ്മാൻ റബ്ബി എത്ര പേജ് വേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാ കൊണ്ടു നടക്കുക? ഇന്ന് ചിപ്പുകളിൽ എത്ര ഗിഗാബൈറ്റുകളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഒരു സ്പേസും ആവശ്യമില്ല, അതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായി അല്ലേ? സാധനം ചെറുതാകുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതിൽ അത്ഭുതം കൂടുന്നത്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അള്ളാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ ആനയെ അല്ല അള്ളാഹു ഉദാഹരണം പറയുന്നത്, കൊതുകിനെയാണ്. എന്തുകൊണ്ട്? കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ ശരീരത്തിലുള്ള മുഴുവൻ സാധനവും പുറമെ 4 ചിറക് ഏറെയുമുള്ള സാധനമാണ് കൊതുക്. അങ്ങനെ ആനയുടെ തുമ്പിക്കൈ, കൊതുകിനുണ്ട് തുമ്പിക്കൈ. ആനക്ക് ഹാർട്ടുണ്ട്, കൊതുകിനുമുണ്ട്. ആനക്കുണ്ട് തുമ്പിക്കൈ, കൊതുകിനുണ്ട്. ആനക്ക് ചിറകില്ല, കൊതുകിന് ചിറകുണ്ട്. 4 കാല്, കൊതുകിനുണ്ട് 4 കാല്. ചെറുകുടലും വൻകുടലും കൊതുകിനുണ്ട്. അതൊക്കെ ചെറുതാണ്. അത്രയും അതിസൂക്ഷ്മമായി പടക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് റബ്ബിന്റെ ഉദാഹരണം പറയാൻ, കൊതുകിനെ പോലും പറയാൻ അല്ലാഹുവിന് മടിയില്ല കേട്ടോ. നിങ്ങളുടെ കണ്ണിലെ ഏറ്റവും വലിയ ജീവിയായ ആനക്കുള്ള മുഴുവനും ഈ കൊതുകിനുണ്ട്. പ്ലസ് 2 ജോഡി ചിറകുകൾ വേറെയുമുണ്ട്. അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഓരോന്നിലും ഭയങ്കരമാണ്. ഓരോ ജീവിയിലും, അതിന്റെ നിറത്തിലും മണത്തിലും അതിന്റെ ഷേപ്പിലും എല്ലാം അല്ലാഹു ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്ന. ഇതെല്ലാം അറിയുമ്പോൾ നീ ഏകനായ ഒരുത്തനാണ് റബ്ബേ, ഈ ലോകത്തിന്റെ രക്ഷിതാവെന്ന് ഞങ്ങൾ അറിയുന്നു. സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. पुतली की तरह हर नजर से मस्तूर है तू, आंखें जिसे ढूंढती हैं
वो राज है जो അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവൻ, ഞങ്ങളുടെ കണ്ണുകൾ കാണാൻ കൊതിക്കുന്നവൻ അല്ലാഹുവേ നീയാണ്. നിന്റെ തിരുദാത്തിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരേണമേ അല്ലാഹുവേ. നിന്റെ ലദ്ദത്തുൻ നളർ, നിന്റെ പരിശുദ്ധദാത്തിലേക്ക് നോക്കി ആസ്വദിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ മനസ്സിലാക്കി തന്നത് നിന്റെ വചനങ്ങളാണ്, ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ മിനൽ ജിന്നതി വന്നാസ് വരെയുള്ള ആയത്തുകളും മുത്തുനബി തങ്ങൾ എന്തൊക്കെയാണോ അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ആ തിരു ഹദീസുകളിലൂടെയും ഞങ്ങൾക്ക് നിന്നെ മനസ്സിലായി. അതുകൊണ്ട് മുഅ്മിനെ, ചെറുപ്പക്കാരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഫറോവയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന കഥയാണ്. ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന കഥയിൽ മുസ്ലിമായതിന്റെ ശേഷം മോറിസ് ബുഖായി പറഞ്ഞ ഒരു വചനമുണ്ട്. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. In the view of the inconceivable, that many of the statements in the Quran which are connected with science could have been the work of man. ശുദ്ധ ഖുർആനിലെ ഈ അത്ഭുതങ്ങളൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നവയല്ല. It is moreover perfectly has been legitimate not only to regard the Holy Quran as the expression of a revelation, but also to award it a very special place on account of the guarantee of authenticity. It provides, in the presence in it of scientific statements, when studied today, appears as challenge to human explanation. മനുഷ്യന് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത വിധം അതിസങ്കീർണമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം വിശുദ്ധ അല്ലാഹുവിന്റെ വചനങ്ങൾ തന്നെ എന്ന് ഈ ഖുർആനിന്റെ അത്ഭുതങ്ങൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനങ്ങളിലെ ഈ അത്ഭുതങ്ങൾ അറിയുമ്പോൾ ഖുർആൻ ഓതണം. വമൻ ലം യഖ്തിമിൽ ഖുർആന ഫീ ശഹ്റിൻ ഫഖദ് ഹജറഹു. അവൻ ആദ്യം ചോദിച്ചു നിങ്ങളോട്, ആരാണ് ഖുർആൻ റമദാനിന് ശേഷം ഖതം തീർത്തത് എന്ന്. ഒരു മാസത്തിൽ ഒരു തവണ ഖുർആൻ ഖതം തീർത്തില്ലെങ്കിൽ അവർ ഖുർആൻ ഉപേക്ഷിച്ചവരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തുകൊണ്ട്? ഒരു ദിവസം 25 മിനിറ്റോ 30 മിനിറ്റോ ഒരു ജുസ് ഓതിയാൽ 30 ദിവസം കൊണ്ട് ഒരു ഖുർആൻ ഖതം തീർക്കാൻ കഴിയും. അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഖുർആനിനോട് എന്ത് വിധേയത്വമാണ് കാണിക്കുന്നത്? അതുകൊണ്ട് ഈ സദസ്സിന് ഒരുമിച്ച് കൂടി നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ തരുന്ന എന്തെങ്കിലും ഒരു വസിയത്തുണ്ടെങ്കിൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും ഒരു ദിവസം 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒരു ജുസ് മാത്രം ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അങ്ങനെ ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ വെളിച്ചം നമ്മുടെ ഖൽബിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും നെറ്റ് കണക്ഷൻ വരെ ചിലപ്പോൾ ഓഫാക്കി വെക്കേണ്ടി വരും. എന്നിട്ടെങ്കിലും ശുദ്ധ ഖുർആനിന് സമയം കൊടുക്കണേ. അത് അത്ഭുതമാണ്. നമ്മുടെ വീട്ടിൽ അത് വെളിച്ചമാണ്. ശരീരത്തിന്റെ അസുഖങ്ങൾക്ക് അത് ഭേദമാണ്. മനസ്സിന്റെ അസുഖങ്ങൾക്ക് അതിൽ ശമനമുണ്ട്. നമ്മുടെ പരലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ പ്രതിഫലങ്ങളുടെ മഹാസാഗരമാണ് അള്ളാഹുവിന്റെ വചനം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടി ലൈവ്